അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായി യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലതാ കുമാരിയാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. താൻ ജനിച്ചു വളർന്ന ജീവിത പശ്ചാത്തലത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന തന്റെ ജീവിത സാഹചര്യവും ദൈവം തന്നെ നടത്തിയതായ അത്ഭുതകരമായ വഴികളിലെ ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുകയാണ്. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഏതൊരു വ്യക്തിക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യമാണ്. ആകയാൽ നമുക്ക് തുടർന്ന് കേൾക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുന്നതോടൊപ്പം തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ല ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ച രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലതാ കുമാരിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവസരമൊരുക്കി ഈ അരോമ ടിവിയിൽ ഈ ടി വി പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ നാമത്തിൽ ഒരു സാക്ഷിയാകുവാൻ തക്കവണ്ണം അവസരമൊരുക്കിയ എൻ്റെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം, പ്രിയ പാസ്റ്ററോടൊപ്പം ഈ ഒരു സാക്ഷ്യത്തിനായിട്ടുള്ള ഒരു അനുഭവം, ഒരു അവസരം ദൈവം ഒരുക്കി തന്നല്ലോ. പ്രിയപ്പെട്ട പാസ്റ്ററോടും കുടുംബത്തോടും അരോമ ടി വിയോടുമുള്ള നന്ദി അറിയിക്കുന്നു, സ്നേഹത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ലതാ കുമാരി എന്നാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് രാധാകൃഷ്ണൻ നായർ. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ, കേരളത്തിൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നെയ്യാർ ഡാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു നായർ കുടുംബത്തിൽ ജനിച്ചു. 11ാമത്തെ വയസ്സ് വരെ നായർ കുടുംബത്തിന്റെ നായർ സമുദായത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച് അവിടുത്തെ എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെറിയ കുട്ടികൾ, അതായത് എൻ്റെ അമ്മയോടൊപ്പം 7 സഹോദരങ്ങൾ. അമ്മയാണ് കുടുംബത്തിൽ മൂത്തത്. എൻ്റെ അമ്മയുടെ പേര് വസന്തകുമാരി എന്നാണ്. അച്ഛൻ്റെ പേര് അയ്യപ്പൻ നായർ. ചെറിയ പ്രായത്തിൽ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയുടെ അമ്മയും അമ്മയ്ക്ക് സഹോദരന്മാർ 3 പേർ, 3 അനിയത്തിമാരും 3 സഹോദരന്മാർ. അമ്മാവന്മാരും അമ്മമ്മയും അടങ്ങുന്ന കുടുംബത്തിലാണ് ഞങ്ങളും, എൻ്റെ അമ്മയും ഞാനും. എനിക്കൊരു അനിയത്തിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആയിരുന്നു. എൻ്റെ അപ്പൂപ്പൻ്റെ പേര് രാമകൃഷ്ണപിള്ള എന്നാണ്. ആ പ്രദേശത്തിൽ അന്ന് സാമാന്യം നല്ല രീതിയിൽ, വലിയ സാമ്പത്തികം വലിയതായിട്ടൊന്നും ഇല്ല എങ്കിലും സാമാന്യം നന്നായിട്ട് കഴിയുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ 11ാമത്തെ വയസ്സ് വരെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാണെങ്കിലും ഞങ്ങൾക്കൊരു കാവുണ്ട്, ഒരു തെക്കതുണ്ട്, ഇവിടെയൊക്കെ. പിന്നെ മുരുകൻ ക്ഷേത്രമുണ്ട്. ആഴ്ചയിൽ 3-4 ദിവസം കുടുംബത്തിലെ ശുശ്രൂഷ, അതായത് പൂജകൾക്കെല്ലാം വിളക്ക് വയ്ക്കാനും പൂ കെട്ടി കൊണ്ടു കൊടുക്കാനും ഹാരം കൊടുക്കാനും എന്ത് കാര്യത്തിനും കുടുംബത്തിൽ ചെറിയ കുട്ടി എന്ന നിലയിൽ അടുത്ത തലമുറയിൽ ഏറ്റവും മൂത്ത കുട്ടി ഞാനായിരുന്നു. എന്നെയാണ് ഇതിനെല്ലാമായിട്ട് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കുടുംബത്തിൽ ഒരു എന്താ പറഞ്ഞാൽ ഈ ഒരു ദൈവിക അന്നത്തെ ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ, ഞങ്ങളുടെ പൂജാ കാര്യങ്ങളിലൊക്കെ ഏറ്റവും താല്പര്യത്തോടെ ചെറിയ വയസ്സിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് 11ാമത്തെ വയസ്സ് വരെ. എന്നാൽ 11ാമത്തെ വയസ്സിൽ ശബരിമലയ്ക്ക് മാലയിട്ട സമയം, അതായത് എൻ്റെ അമ്മയുടെ നേർച്ചപ്രകാരം എൻ്റെ അമ്മാവന്മാർ 3 പേരും ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുന്നു, ഞാനും മാലയിട്ടിരിക്കുന്നു. ഞങ്ങളുടെ അടുത്തൊക്കെ ചുറ്റുപാടും താഴ്ന്ന ജാതിക്കാരെന്ന് അന്ന് ഞങ്ങളൊക്കെ പറയുന്ന ഒരു സമൂഹം താമസമുണ്ട്. അവർക്കായിട്ട് ഒരു ചെറിയ പള്ളി അവിടെയുണ്ട്. ആ പള്ളിയിലെ ആൾക്കാരൊക്കെ ഞങ്ങളുടെ വീട്ടിനടുത്തൊക്കെ ഇങ്ങനെ ക്രിസ്മസിനൊക്കെ പാട്ടൊക്കെ പാടി വരാറുണ്ട്. വരുമ്പോ അവരൊക്കെ പാടുന്ന പാട്ടിനെയൊക്കെ എൻ്റെ അമ്മാവന്മാരൊക്കെ ഇങ്ങനെ കളിയാക്കിയൊക്കെ പാരഡിയൊക്കെ ആയിട്ട് പാടാറുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഞാനും അതൊക്കെ പാടിയിട്ടുള്ള കുട്ടിയാണ്. പക്ഷേ എങ്കിൽ എനിക്ക് ഇവരോടൊക്കെ വലിയൊരു സ്നേഹവും അവർ പാടുന്ന പാട്ടൊക്കെ പാടാൻ ഒരു ഇഷ്ടവും അത് കേൾക്കാൻ ഒരു ഇഷ്ടവും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് എൻ്റെ അടുത്തുള്ള സഹോദരങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ പള്ളിയിൽ പോയപ്പോൾ ഒരു ദിവസത്തേക്ക് വെറുതെ
പള്ളി കാണാനായിട്ട് പോയതാണ്. പള്ളിയുടെ പാട്ട് കേൾക്കാനായിട്ട് പോയതാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു ദൈവാലയത്തിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. 11 വയസ്സിൽ മാലയിട്ടിരിക്കുന്ന സമയത്ത് ശബരിമലയ്ക്കുള്ള മാല കഴുത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന ജാതിക്കാർ ഇരിക്കുന്ന പള്ളിക്കകത്ത് ഞാൻ കയറിയാൽ അയിത്തമാണ്, അശുദ്ധമായി പോകും, എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ള എന്നെ അന്നത്തെ ആ ചെറിയ ഹൃദയത്തിലെ എൻ്റെ അറിവനുസരിച്ച് പള്ളിക്കകത്ത് കയറിയില്ല. പള്ളിയുടെ പുറത്ത് നിന്ന് ഈ അവിടുത്തെ പാട്ടൊക്കെ കേട്ടു. പക്ഷേ അവിടെ അന്ന് ആരാധന നടക്കുന്ന സമയത്ത് അവിടുത്തെ ആ ശുശ്രൂഷകൻ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നോക്കി നിൽക്കുവാണല്ലോ. ഞാൻ ആ വാതിൽക്ക് നിൽപ്പുണ്ട്, ജനലിലും വാതിൽക്കലുമായിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന എനിക്ക് നാണക്കേട് കൊണ്ട് ആരും കാണാതെ എനിക്ക് പാട്ട് കേൾക്കണം, ആയിരുന്നു എൻ്റെ ഉദ്ദേശം. എന്നാൽ അദ്ദേഹം എന്നെ കണ്ടതുകൊണ്ടാണോ ഇല്ലയോ എനിക്കറിയില്ല. അദ്ദേഹം അന്ന് സൃഷ്ടികളെ കുറിച്ചും സൃഷ്ടികർത്താവിനെ കുറിച്ചുമൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചു. എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ അന്നും സൂര്യ നമസ്കാരം ചെയ്തും ശരണം വിളിച്ചും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പള്ളി വാതിൽക്ക് പോയി നിൽക്കുന്നത്. എന്നാൽ അന്ന് എൻ്റെ ചെറിയ ഹൃദയത്തിൽ ഞാൻ കേട്ട ഒരു വചനം, ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയാണെന്നും ഇതൊക്കെ സൃഷ്ടിച്ച വേറൊരു ദൈവമുണ്ടെന്നും ഞാൻ അന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നി. സൂര്യഭഗവാനെ അന്നും ഞാൻ തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. എൻ്റെ അമ്മമ്മ എല്ലാ ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരമ്മയാണ്. അപ്പൊ ഞാൻ എൻ്റെ അമ്മമ്മയോടൊപ്പം അങ്ങനെ ചെയ്തിട്ടാണല്ലോ അവിടെ പോയത്. ഇത് സൂര്യൻ ഭഗവാനല്ലെന്നും സൂര്യൻ ഒരു സൃഷ്ടിയാണ്, ഒരു ഗോളമാണെന്നും ഒക്കെ പറയുന്നു. അത് കേട്ടപ്പോ അദ്ദേഹം ഞാനത് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞതാണോ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയങ്കരമായ ആകാംക്ഷ തോന്നി. എനിക്കിതിനെപ്പറ്റി അറിയണമെന്നൊരു ആകാംക്ഷ തോന്നി. അതുകൊണ്ട് തന്നെ ആ പള്ളിക്കാരെല്ലാം പുറത്തു വരുന്നതിന് മുൻപ് ഞാൻ അവിടുന്ന് പോയില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവരോടൊപ്പം പിന്നെ പോകാം എന്ന് വിചാരിച്ചു. പക്ഷെ ആരാധന കഴിഞ്ഞപ്പോ ആ പള്ളിയുടെ പിൻമുറിയിൽ ഒരു സൺഡേ സ്കൂൾ നടക്കുന്നു. സൺഡേ സ്കൂളിന് ഇരിക്കാനായിട്ട് എന്നോട്, പള്ളിയല്ലോ സൈഡിലാണല്ലോ, അവിടെ കയറിയാൽ നിനക്ക് അശുദ്ധി ഒന്നും വരത്തില്ല, അതുകൊണ്ട് നീ ഇവിടെ ഞങ്ങളോടൊപ്പം സൺഡേ സ്കൂളിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. ആ കുട്ടികളോടൊപ്പം ഞാൻ അവിടെ ഇരുന്നു. അവിടെയും ആ ടീച്ചർ ഇത് തന്നെ പറയും. അന്ന് ഇത് തന്നെ കേട്ടു. ഞാൻ ഇത് കേട്ടുകൊണ്ടാണ് ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്. പക്ഷെ എൻ്റെ ചെറിയ ഹൃദയത്തിൽ എനിക്ക് വലിയൊരു ആഗ്രഹം ദൈവം ഇട്ടതാണ് എന്ന് ഇന്ന് എനിക്കറിയാം. അന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയാൻ, കേൾക്കാൻ ഒരു വലിയ ആഗ്രഹം തോന്നി. ഈ ആഗ്രഹത്തോടെ അടുത്ത ആഴ്ചത്തേക്കും എൻ്റെ അമ്മയോട് ഞാൻ അനുവാദം ചോദിച്ചു. അമ്മ, ഞാൻ ആ ചേച്ചിയോടൊപ്പം പോട്ടെ, പള്ളിയിൽ പോട്ടെ. അപ്പൊ എൻ്റെ അമ്മാവന്മാരൊക്കെ അതിരാവിലെ അവരുടെ റബ്ബർ വെട്ടുന്നതും പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി റബ്ബറും പിന്നെ ഇച്ചിരി ഈ മാമനൊക്കെ കറവയ്ക്കൊക്കെ പോകും. അപ്പൊ അങ്ങനെയൊക്കെ അവരെല്ലാം അവരുടെ ഓരോ കാര്യങ്ങൾക്കായിട്ട് അങ്ങ് പോയി. അമ്മയോടും അമ്മൂമ്മയോടും ചോദിച്ച് ആരും അറിയാതെ പോയിട്ട് വരാൻ ഒരു അവസരം കൂടെ തന്നു. ആ രണ്ടാമത്തെ ആഴ്ച ഞാൻ അവിടെ പോയപ്പോ ആ പള്ളിക്കകത്ത് കയറിയിരിക്കാൻ കാരണം ആ പള്ളി നടത്തുന്നത് ഇത് നെയ്യാർ ഡാമിന്റെ പരിസരത്തിലുള്ള ഹെർമോൻ CSI സഭ എന്ന് പറയുന്ന CSI പള്ളിയാണ്. എന്നാൽ ആ പള്ളിക്കകത്ത് അവിടെ ഒരു വയസ്സായ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അദ്ദേഹം തലമുടിയെല്ലാം നന്നായിട്ട് നരച്ചിട്ടുണ്ട്. ഒരു മുടി പോലും കറുത്തതില്ല. വെള്ളയും വെള്ളയൊക്കെ ധരിച്ചൊരു വയസ്സായ അപ്പച്ചൻ ഇരിക്കുന്നു. എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിലെ അപ്പൂപ്പൻ നഷ്ടപ്പെട്ടു. എൻ്റെ 5 വയസ്സിൽ എൻ്റെ അപ്പൂപ്പൻ നഷ്ടപ്പെട്ടു. ഞാനൊരു അപ്പൂപ്പന്റെ പെറ്റായിരുന്നു. അതെനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ അപ്പൂപ്പനെ കണ്ട പോലെ തോന്നി. എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് അച്ഛനോടും അപ്പൂപ്പനോടൊക്കെയുള്ള ആ ഒരു സ്നേഹം കൊണ്ടോ എന്തോ ഈ അപ്പൂപ്പനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ അപ്പച്ചനോട് പോയി അവിടുത്തെ കപ്പ്യാര് പറഞ്ഞു, അവരൊക്കെ പറഞ്ഞു, ഇങ്ങനെ രാമകൃഷ്ണ പിള്ളയുടെ ചെറുമകള് നമ്മുടെ പള്ളി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ അപ്പപ്പൻ എന്നെ കാണാനായിട്ട് പ്രകടിപ്പിച്ചു. അദ്ദേഹം ആരാണെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം നെയ്യാറ്റിൻകര തൊഴുക്കൽ സ്വദേശിയായ, ജന്മനാൽ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത സത്യനേശ്വൻ പ്രസംഗാർ എന്ന് പറയുന്ന അന്ന് പ്രസംഗാർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, ഒരു സുവിശേഷ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഈ ലോകപ്രകാരം കണ്ണ് കാഴ്ചയില്ലെങ്കിലും ആത്മകണ്ണ് പ്രകാശിച്ചിട്ട് ആ നെയ്യാർ ഡാമിന്റെ പരിസരത്തിൽ അന്ന് അവിടെ വന്ന് പ്രവർത്തിക്കാനായിട്ട്, അന്നൊക്കെ അവിടെ ഇന്നത്തെ എൻ്റെ അറിവിൽ നിന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ജനിച്ചു വളർന്ന നെയ്യാർ ഡാം പ്രദേശം എന്ന് പറയുന്നത് ധാർമ്മികമായിട്ടൊക്കെ വളരെ അധപ്പതിച്ച ഒരു പ്രദേശമായിട്ട്
വളരെ വല്ലാത്തൊരു സാഹചര്യമുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട്. അപ്പൊ ആ സ്ഥലത്തൊക്കെ വന്ന് അദ്ദേഹം നടന്ന് പ്രവർത്തിച്ച് സുവിശേഷം പറഞ്ഞ് കുറച്ച് ആൾക്കാരെ കൂട്ടി അവിടെ ഒരു പള്ളി വെച്ചതാണ്. അപ്പൊ അവിടെ ഒരു സുവിശേഷകൻ വേറെ ഉണ്ട്, ഒരു സഭാ ശുശ്രൂഷകൻ വേറെ ഉണ്ട്. പക്ഷെ ഈ അപ്പച്ചൻ അവിടെ സൈഡിൽ അവിടെ ഇരിപ്പുണ്ട്, ആളിന്റെ ആളായിട്ട് അദ്ദേഹം അവിടെ ഉണ്ട്. അവിടെ തന്നെ പിന്മുറിയിൽ താമസമാണ്. ഇടയ്ക്കൊക്കെ നാട്ടിൽ പോയി വരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു. അപ്പച്ചനോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നി. അപ്പച്ചനും എന്നോടൊരു വലിയ സ്നേഹം തോന്നി. മോൾ ഇനി എന്നും പള്ളിയിൽ വരണം, സൺഡേ സ്കൂളിനൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ അവിടെയുള്ള ഒരു ആന്റി എന്നോട് പറഞ്ഞു, ഈ ശബരിമലയ്ക്ക് മാലയൊന്നും ഇട്ടുകൊണ്ട് പള്ളിയിലൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ആന്റിയുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് ഭയം തോന്നി. പിന്നെ രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ചയാണ് ആന്റി അങ്ങനെ പറയുന്നത്. അതിനുശേഷം ഞാൻ പള്ളിയിൽ പോയിട്ടില്ല. അപ്പോ ഞങ്ങള് കുടുംബത്തിൽ പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബം പോലെയാണ്. കുടുംബന്മാരും അമ്മമാരും അമ്മയും അമ്മമ്മയും അടങ്ങുന്ന കുടുംബമാണ്. അപ്പൊ അതിനകത്ത് ആരെങ്കിലും പോയിട്ട് ആരോടെങ്കിലും ഒരാളിനോട് ഇങ്ങനെ ഈ കുട്ടി ഇപ്പോഴും ഈ മാലയൊക്കെ ഇട്ടുകൊണ്ട് പള്ളി വരുന്ന എന്തിനെന്ന് അങ്ങനെ ചോദിച്ചാൽ പിന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ വല്ലാതെ ആകും. അമ്മമാര് 3 പേരും അന്നത്തെ കാലത്ത് അന്ന് RSS BJP ഒക്കെ വളർന്നു തുടങ്ങുന്ന സമയമാണ്. RSSന്റെ ശാഖയിലൊക്കെ 3 അമ്മമാരുമുണ്ട്. BJPയുടെ ഈ RSSന്റെയും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ താലപ്പൊലി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻപിൽ ഒരുക്കി കൊണ്ടുപോകുന്ന കുട്ടികളിൽ ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടി ഞാനാണ്. അപ്പോ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പേടി തോന്നി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് പോയില്ല, പള്ളിയിൽ പോയില്ല. പള്ളിയിൽ പോകാതെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞു, 1-2 ആഴ്ച കഴിയുമ്പോൾ ഈ പിതാവ് വീട്ടിൽ വന്നു. അവിടെ അപ്പച്ചനെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം. അപ്പച്ചനെ കൂട്ടിക്കൊണ്ട് കപ്പ്യാർ അവിടെ വന്നു. എന്നിട്ട് ചോദിച്ചു, മോളെന്താ പള്ളി വരാത്തെ? ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ എന്നും പള്ളി വരാനുള്ള അനുവാദമൊന്നും ഇല്ല, എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വന്നതാണ്. പിന്നെ അവിടെ ഒരു ആന്റി ഇങ്ങനെ പറഞ്ഞു, പള്ളിയിൽ വരരുത്, മാല ഇട്ടുകൊണ്ട് പള്ളി വരരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഏത് ആന്റി? ഞാൻ ആന്റി കാര്യം പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ആന്റിക്ക് അറിവില്ല, അങ്ങനെ അറിയാതെ പറഞ്ഞതാണ്, അങ്ങനെയൊന്നുമില്ല, ഈ പള്ളിയിൽ എപ്പോഴും ആർക്കും വരാം, അതുകൊണ്ട് മോള് വരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച ശബരിമലയ്ക്ക് പോവാണ്, അതുകൊണ്ട് വരാൻ പറ്റും. അപ്പൊ പറഞ്ഞു, പോയിട്ട് വന്നിട്ട് പള്ളിയിൽ മോള് വരണം, സൺഡേ സ്കൂളിൽ മോളുടെ കൂട്ടുകാർക്ക് ശബരിമല പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, അവിടെ പോയിട്ട് എന്തൊക്കെ കണ്ടു, എന്താണ് അവിടുത്തെ അനുഭവം. ഈ കുട്ടികളൊന്നും അവിടെ ഒന്നും പോയിട്ടില്ലല്ലോ, അപ്പൊ മോൾ അവിടെ പോവാണ്, പോയിട്ട് വന്നിട്ട് കൂട്ടുകാർക്ക് സൺഡേ സ്കൂളിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷം തോന്നി, വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്, ഞാൻ ഫ്രണ്ടിൽ നിന്നൊന്നും പറയില്ല. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, മോൾ എന്റെ അടുത്ത് നിന്നാ, ഞാൻ ചേറിട്ട് മോളുടെ അടുത്ത് ഇരിക്കാം, എന്റെ കൈ പിടിച്ചിരുന്നാ മതി. എനിക്കെന്തോ മാനസികമായിട്ട് ഈ അപ്പച്ചനോട് ഭയങ്കരമായ ഒരു ഇഷ്ടമുണ്ട്. അപ്പച്ചനും എന്നെ വല്ലാതെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒക്കെ സംസാരിച്ചപ്പോ ആ സ്നേഹം കൊണ്ട് പേടിയൊന്നുമില്ലാതെ ഞാൻ ധൈര്യമായിട്ട് പോയി. ഞാൻ അന്ന് ആ പള്ളിയിൽ പോയിട്ട് ശബരിമല പോയിട്ട് അന്ന് എന്താണോ കണ്ടത്, അയ്യപ്പനെ കണ്ടോ എന്ന് ചോദിച്ചു. 18 പടി ചവിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പടിയൊന്നും ഞാൻ ചവിട്ടിയില്ല, അവിടെയൊക്കെ ഇങ്ങനെ വഴുവഴുപ്പാണ്, എണ്ണയൊക്കെ ആയിട്ട്. അപ്പൊ പോലീസുകാരിങ്ങനെ ഒരാളെടുത്ത് വേറൊരാളുടെ കയ്യിൽ ഇങ്ങനെ കൊടുത്ത് എന്നെ മേളിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞ് എന്റെ കണ്ട കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പമ്പാ നദി കുളിച്ചോ എന്ന് ചോദിച്ചു, കുളിച്ചെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. അന്ന് എനിക്ക് അവിടെ പേടി മാറി, ഞാൻ ധൈര്യമായിട്ട് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ സൺഡേ സ്കൂളിലൊക്കെ ഇരുന്നു, സന്തോഷമായിട്ട് വന്നു. പിന്നെ എനിക്ക് എന്നും ചർച്ചിൽ പോകണമെന്നൊരു ആഗ്രഹം തോന്നി. ആ കൂട്ടുകാരും ബൈബിൾ വായിക്കാൻ ഒരു ഭയങ്കര ദാഹം തോന്നി. അപ്പച്ചൻ ആദ്യമായിട്ട് എനിക്കൊരു ചെറിയ പുതിയ നിയമം തന്നു. കുറച്ച് ദിവസത്തിനകം തന്നെ വളരെ വേഗത്തിൽ, ഞങ്ങൾ കൊച്ചു കുട്ടികൾക്ക് ബൈബിൾ അങ്ങനെ കൊടുക്കാറില്ല, മോളുടെ ഈ ആഗ്രഹം കൊണ്ട് ബൈബിൾ പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞു പള്ളിയിൽ പരസ്യമായിട്ട് എനിക്കൊരു ബൈബിൾ തന്നു. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ ബൈബിൾ പഠിക്കാൻ. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ സൂര്യൻ ഭഗവാനല്ലെന്ന് പറഞ്ഞു, സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പുതിയ നിയമം തന്നപ്പോ അതിനകത്ത് എനിക്ക് ഈ സൃഷ്ടിയെ പറ്റി ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, എനിക്ക് ഇവിടെ ഞാൻ ആദ്യം കേട്ട ഈ സൃഷ്ടിയെ പറ്റിയൊക്കെ ദൈവമാണ് സൃഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി വായിക്കണം, ആ ഭാഗമുള്ള പുസ്തകം തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് വേഗത്തിൽ തന്നെ അവരൊരു ബൈബിൾ സഭയുടെ മധ്യത്തിൽ വെച്ച് പ്രസന്റ് ചെയ്തു. അത് കിട്ടിയപ്പോ എനിക്ക് വലിയ സന്തോഷം. ഞാനത് കൊണ്ടുവച്ചൊക്കെ വായിച്ചു. ആദ്യത്തെയൊക്കെ വായിക്കാൻ എവിടെയൊക്കെ വായിക്കാൻ അവർ പറഞ്ഞു തന്നെ അതൊക്കെ വായിച്ചപ്പോ ഈ സൃഷ്ടിയെ കുറിച്ചൊക്കെ കേട്ടപ്പോ എനിക്ക് വലിയൊരു
ഭയങ്കര ഒരു എന്തൂസിയാസം, ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം, വചനം പഠിക്കാനുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം ആ ചെറിയ മനസ്സിൽ ദൈവമായ കർത്താവ് അങ്ങനെ ഒരു വിത്ത് ഇട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയമുള്ളവരെ. എന്റെ കഴിവോ അല്ലെങ്കിൽ എന്റെ അറിവോ അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ദൈവം ഇട്ടു. അപ്പൊ ഞാൻ അവിടെ എന്തൊക്കെ എപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ആരാധനയുണ്ടോ, സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അതുവഴി വന്ന് അല്പനേരമൊക്കെ നിന്ന് അങ്ങനെ ഒളിച്ചു വന്നൊക്കെ പോകുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവിടെ കൺവെൻഷൻ നടക്കുന്നു. അവിടെ ഈ HMS, പിന്നെയാണ് അതിന് അങ്ങനെയൊക്കെ അറിയാവുന്നത്, HMS സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ മിഷണറി സൊസൈറ്റിയുടെ ഒരു മീറ്റിംഗ് അവിടെ നടക്കുന്നു. അവിടെ അതുപോലെ ഒരു അങ്കിൾ വന്നു. ആ അങ്കിൾ ഇങ്ങനെ വാക്യം പറയുന്നു. എനിക്ക് വാക്യം ഇങ്ങനെ, ഞാൻ ബൈബിൾ കിട്ടിയ ഉടനെ ആ അപ്പച്ചൻ പറഞ്ഞു, അതിന്റെ ആരംഭ ഭാഗത്തിൽ ബൈബിൾ ക്രമമുണ്ട്, അപ്പോൾ ആ പുസ്തക ക്രമം പഠിക്കണം. പഠിക്കുമ്പോൾ ബൈബിൾ എടുക്കുന്ന കണ്ടപ്പോൾ അറിഞ്ഞുകൂടാന്ന് മനസ്സിലായിട്ട് ആ പുസ്തക ക്രമം പഠിക്കണം, എന്നിട്ട് വായിക്കാൻ വേഗത്തിൽ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് ഞാൻ വേഗത്തിൽ പഠിച്ചു. ആ ചർച്ചിൽ ഇരിക്കുന്ന, അവിടെ ഇരിക്കുന്ന ഏത് കുട്ടികളെക്കാളും പെട്ടെന്ന് അവിടെ ഒരു വാക്യം പറഞ്ഞാൽ ഞാൻ എടുത്ത് വായിക്കും. എനിക്ക് ഭയങ്കര വേറെ ആരെങ്കിലും എന്നേക്കാൾ മുമ്പേ വായിക്കുന്നത് എനിക്ക് സങ്കടമാണ്. അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു കൺവെൻഷൻ ആയിട്ട് വന്നപ്പോ ആ ഒരു അങ്കിൾ പറഞ്ഞു, അദ്ദേഹം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ആയിരുന്നു. ആ അങ്കിൾ പറഞ്ഞു, ഇവിടെ ഒരു മോളുണ്ടല്ലോ, ഈ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്ന പോലെ പെട്ടെന്ന് വായിക്കുന്നു, ആ മോൾക്ക് ഒരു പ്രൈസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അപ്പൊ ഇതൊക്കെ എന്നെ അങ്ങ് പള്ളിയിലോട്ട് പോകാനായിട്ടൊരു വലിയൊരു ഉത്സാഹം എന്നിൽ ജനിപ്പിച്ചു. പക്ഷെ അവിടെ രാത്രിയിൽ കൺവെൻഷൻ വെച്ച് അവര് അന്ന് രാത്രിയിൽ പറഞ്ഞു, ഇന്ന് ഇഷ്ടമാതിരി പാട്ടൊക്കെ കേൾക്കാം, വേറെ വെളിയിൽ നിന്ന് ആൾക്കാർ വരും പാട്ട് പാടാൻ, മോള് വരണം എന്ന് പറഞ്ഞു. ഞാൻ അയ്യോ, എനിക്ക് ഇന്ന് അങ്ങനെ രാത്രി വരാനൊന്നും അനുവാദമില്ല. അപ്പൊ പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞ് വീട്ടിൽ നിന്ന് വരണം. അങ്ങനെ അയൽവക്കത്തുള്ള ആന്റിമാരോടോ ചേച്ചിമാരോടോ ഒക്കെ പറഞ്ഞിട്ട് എന്നെയും കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് 1-2 പേരുമായിട്ട് ഞാൻ പോയി. പക്ഷേ രാത്രിയിൽ ഈ കൺവെൻഷന്റെ ആരാധന തീർന്ന് പുറത്തിറങ്ങുമ്പോ പള്ളിയുടെ മുറ്റത്ത് എന്റെ മൂത്തമ്മാവൻ നിൽപ്പുണ്ട്. നാം പുറകെ കൈകെട്ടി നിൽക്കുന്നത് കണ്ടാൽ പുറകെ കയ്യിൽ വടി കാണും എന്ന് ഉറപ്പാണ്. വളരെ ഹൈറ്റുള്ള ആളാണ്. എന്റെ അപ്പൂപ്പൻ പഴയ കാലത്ത് പട്ടാളത്തിൽ പോയിട്ട് ഒളിച്ചോടി മലയിൽ കയറിയ ആൾക്കാരാണ് അവർ. നെയ്യാർ ഡാമിന്റെ വനത്തിലെ ഭാഗത്ത്, അതായത് തിരുവനന്തപുരം ഉരുട്ടമ്പലം വലിയറത്തല സ്വദേശിയാണ് എന്റെ അപ്പൂപ്പൻ രാമകൃഷ്ണപിള്ള. എന്റെ അമ്മയ്ക്ക് 3 വയസ്സുള്ളപ്പോ അദ്ദേഹം ഈ മിലിറ്ററിയിൽ നിന്ന് ഒളിച്ചോടി പോയതുകൊണ്ട് പിന്നെ പിടിച്ചോണ്ട് പോകാതിരിക്കാൻ അങ്ങനെ പോയി ഒളിച്ചു പോയി നെയ്യാർ ഡാം, വാഴച്ചൽ, ആ സ്ഥലം പോയി താമസിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന് നല്ല ഹൈറ്റ് ഉണ്ട്. എന്റെ അമ്മാവനും നല്ല ഹൈറ്റ് ഉണ്ട്. മാമൻ നടക്കുമ്പോൾ ഞങ്ങൾ ഓടിയാലും മാമൻ ഞങ്ങൾക്ക് മുമ്പേ എത്തും. അപ്പോ മാമൻ പുറകെ കൈകെട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വടിയുണ്ട്, അടി കിട്ടും. ഓടിയാലൊന്നും ഒരു രക്ഷയില്ല. മാമൻ നടക്കും, നമ്മൾ ഓടും, പക്ഷെ അടി ഇഷ്ടംപോലെ കിട്ടും. അപ്പോ അതുകൊണ്ട് എനിക്ക് ഭയമായി. ഞാൻ പള്ളിയുടെ അകത്തോട്ട് കയറി ഒളിക്കാൻ നോക്കി. അപ്പോ മാമ അവിടെ നിന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിയത് മാത്രമേ എനിക്ക് അറിയാവൂ. പിന്നെ ഓട്ടമായിരുന്നു. ഓടി, പക്ഷെ പിറകെ ഓടി അടിച്ചു. അത് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തൊരു വലിയ പുളിയുണ്ട്. ആ പുളിയുടെ ചെറിയ ചെറിയ കമ്പുകൾ ഇങ്ങനെ കൂട്ടിക്കെട്ടി, ഇങ്ങനെ മൂടും തുമ്പും കെട്ടി ചുറ്റിക്കെട്ടി, എത്ര കമ്പുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ഒത്തിരി കമ്പുകൾ ചുറ്റിക്കെട്ടി വെച്ച് ആണ് എന്നെ അടിച്ചത്. അടിച്ചടിച്ച് അടി കൊണ്ട് വീട്ടിലോടി. പോയിട്ട് പറഞ്ഞു, ഇവളെ ഇനി പുറത്തിറക്കരുത്, വീട്ടിൽ നിന്ന് പുറത്തിറക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് പള്ളിയിൽ പോകാനായിട്ട് പിന്നെ ആഗ്രഹം അങ്ങ് കൂടി. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നിട്ട് പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വഴിയായിട്ട് പോയിട്ട് വേറെ ചുറ്റി ഇങ്ങനെ പള്ളിയുടെ ഭാഗത്ത് വരാം. അമ്മയൊക്കെ കാണൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയെ പോയിട്ട് പിറകെ കൂടെ പള്ളിയുടെ വഴി പോയിട്ട് അപ്പച്ചനോട് പറഞ്ഞു, എനിക്ക് ഇനി മുതൽ പള്ളി വരാനുള്ള അനുവാദമില്ല, എന്റെ അമ്മാവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ അന്ന് ആ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം പിന്നത്തേതിൽ ഞാൻ വളരും തോറും ആ പ്രാർത്ഥന ആവർത്തിച്ച് എന്നോട് പറയുമായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചത്, ഈ കുഞ്ഞ് അറിഞ്ഞോ അറിയാതെയോ കർത്താവേ നിന്റെ സന്നിധിയിൽ വന്നു, ഇവള് ക്രിസ്തീയമായി വളരാൻ അനുകൂലമായ ഒരു സാഹചര്യം ദൈവം ഒരുക്കി കൊടുക്കണം എന്ന് ആ പിതാവ് പ്രാർത്ഥിച്ചു, ആത്മീയ പിതാവ് പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാർത്ഥന എന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അന്നത്തെ ചെറിയ വയസ്സിൽ അതൊന്നും എനിക്ക് ആ വിധത്തിൽ അറിയില്ല. പക്ഷെ സംഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് എന്റെ കുടുംബത്തിൽ വലിയ ആപത്തുകൾ വന്നു. ഞങ്ങളുടെ 16 പേര്, എന്റെ കുടുംബത്തിലെ എല്ലാവരും, മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം അടങ്ങുന്ന വലിയ കുടുംബത്തിലെ എല്ലാവരും അന്നത്തെ വസൂരി ചിക്കൻ ബോക്സ് പിടിച്ചു.
കിടപ്പായി. വീട്ടിൽ ആരും വരാറില്ല, വന്ന് നോക്കാൻ ആരും ആ കാലത്ത് വരാറില്ല. ഞങ്ങളെ ചികിത്സിക്കുന്ന ഒരു വൈദ്യരുണ്ട്. ആ വൈദ്യർ അപ്പനല്ലാതെ മറ്റാരും, അതും വൈദ്യര് വീട്ടിന്റെ വാതുക്കൽ ഇങ്ങനെ ഗുളിക ഇങ്ങനെ ഉരുട്ടിയ ഗുളികയും മരുന്നും അവിടെ വാതുക്കൽ കൊണ്ടുവച്ചിട്ട് അദ്ദേഹം പോവും. അതെടുത്ത് ഞങ്ങൾ ഓരോരുത്തർ കഴിക്കണം. ഞങ്ങൾക്ക് ഒരാളിന് ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും രോഗികളായി. ആ സമയത്ത് ഈ പിതാവ്, ഈ വാർദ്ധക്യ പിതാവ്, അപ്പൊ എൻ്റെ അമ്മാമ്മക്കൊക്കെ ഈ പള്ളിക്കാരോടും ഇവരോടൊക്കെ ഭയങ്കര ദേഷ്യമായി. പക്ഷെ പള്ളി വിടുന്നില്ല. അപ്പോ എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, എനിക്ക് അറിയാവുന്ന വിധത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. മുട്ടുകുത്തി നിൽക്കുമ്പോ എൻ്റെ അമ്മ പറയും, ഞങ്ങളുടെ ഹിന്ദുക്കളുടെ രീതി അനുസരിച്ച് നമുക്കറിയാലോ, ഈ വായ്ക്കരി ഇടുമ്പോ, മരിച്ചു പോയിട്ട് വായ്ക്കരി ഇടുമ്പോഴാണ് മുട്ടുകുത്തി നിൽക്കുന്നത്. വീട്ടിനകത്ത് മുട്ടുകുത്തി നിൽക്കുന്നതിന്റെ തള്ള ജീവിച്ചിരിക്കുമ്പോഴേ വായ്ക്കരി ഇടുന്നു എന്ന് ചോദിച്ച് അമ്മയും അതുമാതിരി അടിക്കുമായിരുന്നു. അമ്മയും അപ്പൂപ്പനെ പോലെ വളരെ സ്ട്രിക്റ്റ് ഉള്ളവരാ. അപ്പൂപ്പൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ മക്കളെയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതേ ഇത് മക്കൾ ഞങ്ങളുടെ മേൽ അപ്ലൈ ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഞാനാണ്. കുടുംബത്തിൽ മൂത്ത കുട്ടിയായതുകൊണ്ട് എല്ലാവരും അടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കുറ്റമുണ്ടെങ്കിൽ എല്ലാവരും അടിക്കും. അമ്മമാരും അമ്മയും അത്ര അടിക്കാറില്ല. അങ്ങനെ ആയിരുന്നു. അപ്പോ അമ്മയും അടിക്കും. ഇതുപോലെ തന്നെ പ്രത്യേകിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോ എൻ്റെ അമ്മ അടിച്ചിട്ടുണ്ട്. പക്ഷെ ആ അമ്മ, ഞങ്ങൾ എല്ലാവരും അവശരായി കിടക്കുകയാണ്. ദൂരെ ആയിരുന്ന എൻ്റെ ഒരു ഇളയ മാമനുണ്ട്. ആ മാമനും രോഗിയായി വീട്ടിൽ വന്നു. ഞങ്ങളെല്ലാവരും ആ വീടിനകത്ത് കിടക്കുമ്പോ ആരും തന്നെ ഞങ്ങളെ സഹായിക്കാനോ ഒന്ന് നോക്കാനോ ഒന്ന് ശുശ്രൂഷിക്കാനോ ഒന്നും ആരും വരുന്നില്ല. ആ അവസരത്തിൽ എല്ലാവർക്കും ഭയമാണല്ലോ. വസൂരി പോലെ ചിക്കൻ പോക്സ് വളരെ സിവിയറായിട്ട് പിടിച്ചൊരു സമയമാണ്. ആ സമയത്ത് ഈ പിതാവ് പള്ളിയിൽ ഉള്ളവരോട് ചോദിച്ചു, എന്നെ നിരന്തരം അന്വേഷിക്കുന്നുണ്ട് ഈ പിതാവ്. അപ്പൊ ലത വന്നോ, ലതമോള് വന്നോ, ലതക്കുട്ടി വന്നോ, ഇങ്ങനെ അന്വേഷിക്കും. എന്നെ പിന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ, ലതക്കുട്ടി എന്ന് വിളിക്കും. അപ്പൊ ആ ലതക്കുട്ടി വന്നോന്ന് ചോദിക്കും. അപ്പൊ വന്നില്ല. എന്താ കാര്യം? അതിങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോ അപ്പച്ചൻ ചോദിച്ചെന്ന്, എന്നെ ഒന്ന് ആ വീട് വരെ കൊണ്ടുപോകാമോ? അപ്പൊ ആ പള്ളിയിലുള്ള ആർക്കും തന്നെ ഞങ്ങളുടെ വീട്ടിൽ വരാൻ ധൈര്യമില്ല, ഭയമാണ്. അവർ പറഞ്ഞു, അവിടെ വസൂരി പിടിച്ച് കിടക്കുന്നോണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും വരാൻ വയ്യെന്ന് പറഞ്ഞു. ആരും വന്നില്ല. അപ്പൊ അപ്പച്ചൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടുന്ന് യാത്ര ചെയ്ത് അപ്പച്ചൻ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ നെയ്യാറ്റിൻകരയിൽ പോയിട്ട് അദ്ദേഹം തൊഴുക്കലിൽ നിന്ന് ബസ്സിൽ തനിയെ ബസ്സിൽ കയറും, കാട്ടാക്കട വന്നിറങ്ങും, അടുത്ത് നെയ്യാറ്റിൻകര ബസ്സിൽ കയറും, ആരോടെങ്കിലും അടുത്ത് നിൽക്കുന്നവരോട് ചോദിച്ചിട്ട് നെയ്യാർ ഡാമിൽ വന്നിറങ്ങും. അവിടെ നിന്ന് ആരെങ്കിലും കൂട്ടിയാൽ മതി. അങ്ങനെയൊക്കെ വളരെ ഒരു ദൈവികമായൊരു നടത്തിപ്പോടെ അദ്ദേഹം വരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് വരാൻ ആരും കൂടെ ഇല്ലാത്തത് കാരണം അദ്ദേഹം നെയ്യാറ്റിൻകര പോയിട്ട്, നെയ്യാറ്റിൻകരയിൽ നിന്ന് തൊഴുക്കൽ CSI ചർച്ചിലാണ് അദ്ദേഹത്തിന്റെ മാതൃസഭ, അവിടെയാണ്. ആ സഭയിൽ നിന്ന് ആറാലുമൂട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സെൽവരാജ് എന്ന് പറയുന്ന ഒരു ബ്രദറിനെ കൂട്ടി അദ്ദേഹം പറഞ്ഞു വന്നു, എനിക്ക് ഒരു പേടിയുമില്ല. നേശാണൻ എന്നാണ് അവരൊക്കെ വിളിക്കുന്നത്, സത്യനേശൻ പ്രസംഗാരെ. അവര് നേശാണൻ എവിടെ പോയാലും കർത്താവിന്റെ നാമത്തിൽ എന്തിനും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ ബ്രദർ കൂടെ വന്നു. അപ്പച്ചൻ അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിനെ മാറ്റി. കാരണം ബന്ധുക്കളോ ആരും, ദീർഘകാലം ഞങ്ങൾ എല്ലാവരും രോഗിയായിട്ട് ആ വീടിനകത്ത് തന്നെ കിടക്കുന്നു. അപ്പോൾ ആരും വരാത്ത സ്ഥലത്ത് ഇവർ വന്നെങ്കിൽ, ഇത്രയും ധൈര്യത്തോടെ വന്നെങ്കിൽ ഇവർ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് എന്തോ ശക്തിയുണ്ട് എന്നുള്ള ഒരു ചിന്ത വരാൻ തുടങ്ങി. അപ്പോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി, മാമനൊക്കെ സോഫ്റ്റായി, അമ്മ സോഫ്റ്റായി. ഞാൻ പാടുന്ന ഒരു പാട്ട്, ആ സമയത്തൊക്കെ പാടിയ പാട്ട്, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ഈ പാട്ട് ഞാൻ പാടും. അത് അമ്മ പാടാൻ തുടങ്ങി. അമ്മ കേട്ടിട്ട് അമ്മ പാടുന്നു. അമ്മ അവിടെ കിടന്നുകൊണ്ട് അമ്മ പറയുന്നു, മക്കളെ ഈ പാട്ട് പാടിയപ്പോ, നീ ആ പാട്ട് പാടിയപ്പോ എനിക്ക് എന്തോ ഒരു ആശ്വാസം, അതൊന്നുകൂടെ പാടെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് പാടിച്ചു. അമ്മ കൂടെ പാടി. അമ്മ പിന്നെ വളരെ ദീർഘകാലം ഈ പാട്ട് അമ്മ എപ്പോഴും പാടുന്നത് ഞാൻ കേൾക്കുമായിരുന്നു. അതോടെ പള്ളിയിലേക്ക് ഞാൻ പോകുന്നതിനോടുള്ള ഒരു വിഷമം അവരുടെ ഉള്ളിൽ നിന്ന് മാറി. അങ്ങനെ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ആ വർഷം പള്ളിയിൽ പോകാനായിട്ട് പറ്റി. 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്, 8ാം ക്ലാസ്സിലാണ് എൻ്റെ ഓർമ്മ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അവിടെ നെയ്യാർ ഡാമിന്റെ പരിസരത്തിൽ ആ ചർച്ചിന്റെ ഒരു വെളിയോഗമായിട്ട് അവർ ക്രമീകരിച്ചു. അവിടെ ഈ പിതാവ് എന്നോട് സാക്ഷ്യം പറയാം.
അത് BJP-ക്കാരുടെ സെൻട്രൽ സ്ഥലമായിരുന്നു അത്. അപ്പോ അദ്ദേഹം എന്നോട് സാക്ഷ്യം പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി ഒന്നും പറയാനറിഞ്ഞൂടാ. അപ്പച്ചൻ പറഞ്ഞു മോളെ യേശു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. യേശു രക്ഷിക്കുന്ന ദൈവമാണ്, സൗഖ്യമാക്കുന്ന ദൈവമാണ്. മോളെ സൗഖ്യമാക്കി ഈ അസുഖത്തിന്റെ സമയത്തൊക്കെ നിങ്ങളെ ആശ്വസിപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. ഞാനത് അന്നത്തെ എന്റെ അറിവിൽ പറഞ്ഞു. പക്ഷെ അന്നത്തോടെ എന്റെ പ്രശ്നങ്ങളും ആരംഭിച്ചു. ഈ BJP-ക്കാരൊക്കെ അത് കേട്ടിട്ട്, ഞങ്ങളുടെ ശാഖയിലുള്ള ചേട്ടന്മാരും എല്ലാരും കേട്ടിട്ട്, അത് ഇന്ന വീട്ടിലെ കുട്ടിയല്ലേ ഇവളിങ്ങനെ ഇങ്ങനെ ജാതി പറഞ്ഞിട്ട്, താഴ്ന്ന ജാതിക്കാരുടെ പേര് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ നടന്ന് ഇങ്ങനെ നമ്മളെ നാണം കെടുത്താൻ തുടങ്ങിയോ, അതിനുള്ള ധൈര്യമൊക്കെ ഈ കുട്ടിക്ക് എവിടെ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, നായർ സമുദായത്തിനുള്ള ഒരു അപമാനമാണ്, ഇവളെ വീടോടെ ചുട്ടുകളയണം എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ അങ്ങനെ വല്ലാതെ പ്രകോപിതരായി. ഞാൻ മാമന്മാരോടൊക്കെ പറഞ്ഞു. മാമന്മാരോടൊക്കെ ഇത് പറയുമ്പോ അവർ പോയി അവര് വന്ന് എന്നോട് പറഞ്ഞു, നീ എന്നെ പള്ളി വരെ പോകാനായിട്ട് ഒരു അനുവാദം തന്നു എന്ന് പറഞ്ഞ് ഇച്ചിരി കൂടുതലായി പോയല്ലോ, നീ അവിടെ പോയി ഇത് എന്തൊക്കെ വിളിച്ചു പറഞ്ഞത്, എന്തിനാണ് അങ്ങനെ അതിനുള്ള ധൈര്യമൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് വീണ്ടും മാമൻ ഇച്ചിരി രൂക്ഷമായി. അപ്പൊ 8ാം ക്ലാസ് പഠിക്കുവാണ് ഞാൻ. വേഗം പോയി അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യം അപ്പച്ച, പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോ ആ വർഷത്തിൽ സംഭവിച്ച 2 സംഭവങ്ങൾ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 2 സംഭവങ്ങൾ അപ്പച്ചൻ വീണ്ടും ഈ പ്രാർത്ഥന ആവർത്തിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ കുഞ്ഞിന് വളരാൻ ക്രിസ്ത്യമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കണം. അതാണ് അപ്പച്ചൻ, ഒറ്റ പ്രാർത്ഥനയാണ്, ആ ഒറ്റ വാചകമാണ് അപ്പച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്ന് എപ്പോഴും പറയും എന്നോട്. അപ്പോ ആ വർഷത്തിൽ ഭവനത്തിൽ 2 അത്യാപത്തുകളുണ്ടായി. ആ വർഷത്തിന്റെ ശബരിമല സീസണിൽ ഞങ്ങളുടെ ഭവനം എന്ന് പറഞ്ഞാൽ ഒരു വീടും ഒരു ചായക്കടയുമാണ്. അപ്പൂപ്പന്റെ കാലത്ത് നല്ല ഹോട്ടലും ഒക്കെ ആയിട്ട് നടന്നതാണ്. അപ്പച്ചൻ അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോ അമ്മയും അമ്മമ്മയും ഒക്കെ ചേർന്ന് ചെറുതായിട്ട് ചായക്കടയൊക്കെ നടത്തിയാണ് അവരുടെ ഉപജീവനം. പിന്നെ ഇച്ചിരി ഞങ്ങളുടെ ആൾക്കാർ ഈ പണയമൊക്കെ വാങ്ങി വെക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. ഇതൊക്കെ ആയിട്ട് ഇവരങ്ങനെ അവരുടെ ഉപജീവന മാർഗം അങ്ങനെ പോവാണ്. പക്ഷേ ശബരിമല സീസണിൽ ഞങ്ങളുടെ ചായക്കടയുടെ ഒരു പകുതി ഭാഗം അങ്ങനെ വെച്ചിട്ട് പകുതിയിൽ ഓല കുത്തി മറിച്ച് താൽക്കാലികമായിട്ട് പൂജാമുറി ഉണ്ടാക്കും. ആ ഏരിയയിലുള്ള എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ശബരിമലയ്ക്ക് കെട്ടി പോകുന്നത്. അത് അവരുടെ ആ ഏരിയയിൽ എല്ലാവർക്കും ഉള്ള ഒരു ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു രാവിലെ വന്ന് ശരണം വിളിക്കാനും കെട്ടി പോകാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് 40 ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും. ഈ സമയത്ത് ഞങ്ങളുടെ പൂജാമുറിയിൽ നിന്ന് ഉറുമ്പ് പോയപ്പോ എന്റെ അനിയത്തി കുട്ടി, എന്റെ കുഞ്ഞമ്മയുടെ മകനും ഒക്കെ 4-5 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികള് ഉറുമ്പിനെ കൊന്നതാണ്. ചായക്കടയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ചായ കലത്തിന്റെ അതിന്റെ അടുപ്പിൽ നിന്ന് തീ കൊണ്ടുവന്ന് ഈ ഓലയുടെ അടിയിൽ ഉറുമ്പിനെ കൊന്നു. ഈ ഇതിനകത്തൂടെ കത്തി അടിയിൽ ഓലയും പുറത്ത് പിന്നെ മേളില് പണ്ടത്തെ മരത്തിലെ പുല്ല് മേഞ്ഞ വീടായിരുന്നു. അപ്പോ അത് വേഗത്തിൽ അങ്ങ് കത്തി. ഞങ്ങളുടെ 2 വീട്, ഞങ്ങളുടെ ചുറ്റുപാടും താമസിക്കുന്നവരുടെ 3 വീട്, അങ്ങനെ 5 വീട് ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ച തീ കാരണം 5 വീട് ഒരുമിച്ച് നഷ്ടപ്പെട്ടു. ഞങ്ങൾ എല്ലാവരും പുറത്തായിരുന്നു. എന്നെ കുഞ്ഞമ്മയുടെ ഇളയ കുഞ്ഞ്, 1 വയസ്സോ 1.5 വയസ്സോ ഉള്ള കുഞ്ഞ് തൊട്ടിലിൽ വീട്ടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷെ ആ കുഞ്ഞ് അത്ഭുതകരമായിട്ട് സ്കൂളിൽ മിലിറ്ററി ക്യാമ്പ് എന്തോ നടക്കുമായിരുന്നു. ആ ക്യാമ്പിലെ ആൾക്കാർ വന്ന്, മിലിറ്ററിയിലെ ആൾക്കാർ വന്ന് ഈ തീക്കകത്ത് കയറി അവർ ആ കുഞ്ഞിനെ തൊട്ടിലൂടെ അരച്ച് പുറത്തു തന്നു. ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഞങ്ങൾ പുറത്തായിരുന്നുകൊണ്ട് ധരിച്ചിരുന്ന വസ്ത്രങ്ങളല്ലാതെ വീട്ടിലെ സകല സാധനങ്ങളും നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീട് മൊത്തം തീക്കരയായി തീർന്നു. തൽക്കാലം ഞങ്ങൾ മറ്റൊരു ബന്ധുവിന്റെ വീടിന്റെ സൈഡിൽ കുറച്ചു നാൾ താമസിച്ചുകൊണ്ട് ഒരു വീട് കെട്ടി അങ്ങനെ തിരിച്ചു താമസിക്കാനായിട്ട് വന്നു. ആ വർഷം തന്നെ ഈ തീപിടുത്തത്തിന് തൊട്ട് മുൻപ് ഞങ്ങളുടെ വീട്ടിൽ മോഷണം നടന്നു. അത് കുടുംബത്തിനകത്തുള്ളവർ തന്നെ, അകത്ത് താമസിച്ചിരുന്ന അമ്മയുടെ ബന്ധുക്കളായ അമ്മമ്മയുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട 2 പേര് ഞങ്ങളുടെ വീട്ടിൽ താമസമുണ്ടായിരുന്നു. അവര് തന്നെ ഇതെല്ലാം മോഷണം നടത്തി. ഞങ്ങൾക്കറിയില്ലായിരുന്നു, പുറത്തുനിന്ന് കള്ളൻ വന്നു എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അകത്തുണ്ടായിരുന്ന ഈ പണയം വാങ്ങി വെച്ചിരുന്ന ആഭരണങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ മോഷണം പോയി. പൈസ, സ്വർണം, ചെമ്പ് പാത്രങ്ങൾ, അങ്ങനെയുള്ള ഇത്തിരി സാധനങ്ങളൊക്കെ മോഷണം പോയി. അതിൽ തന്നെ വല്ലാതെ തകർന്ന ഈ പണയം തന്ന ആൾക്കാർക്ക് ഇവര് തിരിച്ചു കൊടുക്കണമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി തകർന്നിരിക്കുമ്പോഴാണ് ഉണ്ടായിട്ടുള്ള വീട് നഷ്ടമായി. അപ്പൊ എല്ലാവരും വല്ലാതെ തകർന്നു.
പക്ഷെ എനിക്ക് പഠിക്കണം, എന്റെ പഠിത്തം മുന്നോട്ട് പോകണം, അങ്ങനെ ഒരു കാരണം ഇവിടെ വന്നു. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞു 10ാം ക്ലാസ് വരെ എങ്ങനെയെങ്കിലും നിന്നെ പഠിപ്പിക്കും, അതിനപ്പുറം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പഠിക്കണം എന്ന ഒറ്റ കാരണത്തെ അവിടെ എടുത്തു കാണിച്ചുകൊണ്ട് പ്രധാനമായിട്ട് എനിക്ക് വചനം പഠിക്കണം, അതാണ് എൻ്റെ ഉള്ളിലെ ആഗ്രഹം. പക്ഷെ ഈ ഒരു കാരണത്താൽ 2 വർഷത്തേക്ക് ഞാൻ ഒന്ന് പോയി അവരുടെ കൂടെ പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ വന്ന് വീട്ടിൽ വന്ന് ചോദിച്ചു, എനിക്കൊരു സഹോദരിയുണ്ട്, അവർക്ക് പെൺമക്കളാണ്. ഈ അപ്പച്ചൻ ജന്മനാ കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യരാണ്, അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ടില്ല. അന്ന് അദ്ദേഹത്തിന് 60 വയസ്സിലേറെ ആയി എന്ന് തോന്നുന്നു, 50-60 വയസ്സിനകത്തുണ്ട്. അദ്ദേഹത്തിന് ഒരു സഹോദരിയുണ്ട്, 3 പെൺമക്കളുണ്ട്. അവരോടൊപ്പം ഇവളെയും ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കൊള്ളാം, ഇവളെ പഠിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ തരണം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആരും കൊടുക്കാൻ തയ്യാറാകത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എതിർത്ത് പറ്റത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പോണം, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ അമ്മയെ പിരിഞ്ഞ് ഞാൻ ഒരിടത്തും പോകാറില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ എനിക്ക് വചനം പഠിക്കാൻ ഒരു ഭയങ്കരമായ ആഗ്രഹം ദൈവം തന്നത് കൊണ്ടാണ്. എനിക്കറിയില്ല പ്രിയമുള്ളവരെ, അതൊക്കെ ദൈവത്തിന്റെ പദ്ധതികളിൽപ്പെട്ട കാര്യമാണ് എന്ന് ഇന്ന് ധൈര്യത്തോടെ എനിക്ക് പറയാനൊക്കും. അന്ന് അങ്ങനെ ഒരു ആവേശം, അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. അപ്പോ അതിന് വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ RSS വിഘടിപ്പിക്കാരുടെ ഒരു ഭയങ്കരമായ ഒരു എതിർപ്പ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർ പറഞ്ഞു, ഒന്നുകിൽ ഇവിടെ പള്ളിയിൽ നിന്നല്ല വീട്ടിൽ നിന്ന് പുറത്തിറക്കരുത്, ഇനി ഇവൾ പള്ളിയിൽ പോയിരുന്നോ പള്ളിക്കാരുമായിട്ട് നമ്മുടെ സമുദായത്തിലെ നാണം കെടുത്താൻ ഇറങ്ങുമെങ്കിൽ ഇവളെ ഞങ്ങൾ ചുട്ടുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പൊ എന്റെ സ്വയരക്ഷയ്ക്കായിട്ടെങ്കിലും പൊക്കോട്ടെ എന്ന് അവസാനം എൻ്റെ അമ്മാവ് പറയാനിടയെ, അവളങ്ങ് പൊക്കോട്ടെ, അവളെ ഇവിടെ ഇനി ആരെങ്കിലും ഒക്കെ അപമാനിക്കുന്നതിനേക്കാളും ശരി എവിടെയെങ്കിലും പോയി നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനൊരു അവസരത്തിൽ ഒരുക്കി. അതിനു വേണ്ടി അവരെ അങ്ങനെ ഒരുക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോടും എനിക്ക് അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ വിദ്വേഷമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നത്തേതിൽ അറിയാം അവരെയൊക്കെ അതിനുവേണ്ടി ദൈവം ഒരുക്കിയതാണ് എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ സ്വദേശമായ നെയ്യാർ നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് പോയി തൊഴുക്കൽ CSI സഭയുടെ അംഗമായി ജൂനിയർ ക്ലാസ് മുതൽ സൺഡേ സ്കൂൾ പഠിക്കാനിടയായി. ഇന്റർമീഡിയറ്റ് ആകുന്നതിന് മുൻപ് ബൈബിൾ 5 പ്രാവശ്യം വായിച്ചു തീർക്കാനുള്ള ആവേശം, ബൈബിൾ വായിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന കാര്യം. ശനിയാഴ്ച ദിവസങ്ങൾ ഞങ്ങൾ സ്കൂളിലെ പാഠങ്ങൾ പഠിക്കാറില്ല. സൺഡേ സ്കൂൾ പാഠങ്ങളും ബൈബിൾ പഠനവും അങ്ങനെയൊക്കെ, ബൈബിൾ പഠനം, ബൈബിൾ ക്വിസ്, അങ്ങനെ ബൈബിൾ പരമായ കാര്യങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ എൻ്റെ സ്കില്ല് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ സഭയിലെല്ലാം എന്നോട് വലിയ വാത്സല്യമാണ്. പാരമ്പര്യമായി വിശ്വാസം വെക്കുന്നവർ ഞങ്ങളുടെ മക്കൾക്കില്ലാത്ത ഒരു താല്പര്യം ഈ കുട്ടിക്കുണ്ടല്ലോ എന്ന് എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് സഭയിലൊക്കെ ഞങ്ങളെ നോക്കിയത്. എന്റെ നേരണ്ടാൾ സഭയിൽ ചുരുക്കം ചിലർ മാത്രം അറിവില്ലാതെ വേറെ ജാതിക്കാരെ എടുത്ത് കൊണ്ടുവന്ന് ഈ പ്രസംഗം ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയവരുണ്ട്. എന്നാൽ അതിനപ്പുറം വാത്സല്യത്തോടെ എന്നെ സ്നേഹിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ ഗുരുസ്ഥാനീയരായ ആൾക്കാരുണ്ട്, എന്നെ സ്നേഹിച്ച ധാരാളം ദൈവമക്കളുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ അമ്മയെ പിരിഞ്ഞു, ബന്ധുക്കളെ പിരിഞ്ഞു എന്നുള്ള ഒരു വിഷമം ഒരു വശത്തുണ്ടെങ്കിലും എനിക്ക് ദൈവമക്കളുടെ വലിയ വാത്സല്യവും സ്നേഹവും ഒക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായി. വളരെ വാത്സല്യത്തോടെ അവരെല്ലാം എന്നെ നോക്കി. ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലെത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എൻ്റെ വീട്ടുകാര്. പക്ഷെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല മാർക്കോടെ ഞാൻ പാസ്സായി, അതുകൊണ്ട് ഇവളെ വീണ്ടും പഠിപ്പിക്കണം, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അപ്പച്ചൻ വീണ്ടും വന്നപ്പോ അപ്പച്ചനാണ് എനിക്ക് അഡ്മിഷനൊക്കെ അവിടെ നെയ്യാറ്റിൻകരയിൽ സാഗർ ട്യൂട്ടോറിയൽ കോളേജ് വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്മിഷനൊക്കെ റെഡിയാക്കിയിട്ടാണ് വന്നത്. അവിടെ പ്രിൻസിപ്പൽ പറഞ്ഞു ഫ്രീ ആയിട്ട് അവളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് എല്ലാം ഏർപ്പാട് ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ വീട്ടുകാർ വിടുന്നില്ല, ഇനി വിടാൻ പറ്റത്തില്ല, അവൾ വലിയ കുട്ടിയായി, വീട്ടിൽ നിന്ന് പുറത്ത് പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കരഞ്ഞ് വിളിച്ച് ഭക്ഷണം കഴിക്കാതെ കിടന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയി. പക്ഷെ ആ സമയത്തൊക്കെ ഇച്ചിരി പ്രയാസങ്ങളുണ്ടായി. +2 സമയത്തൊക്കെ ഞാൻ മറ്റൊരു വീട്ടിൽ പോയി വളരെ വളർന്നു. വലിയ സ്നേഹത്തോടെ തന്നെ അവരും ഒക്കെ ഞങ്ങളെ നോക്കി. നെയ്യാറ്റിൻകര തൊഴുക്കൽ സഭയിലെ സകല മനുഷ്യരും ഞങ്ങളോട് എന്നെ വളരെ വാത്സല്യത്തോടെ നോക്കി. 2 വീട്ടിലായിട്ട് ഈ പ്രീ-ഡിഗ്രി 2 വർഷം, 9, 10 2 വർഷം അങ്ങനെ വളർന്നു. എനിക്ക് ബന്ധുക്കളും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നെങ്കിലും എല്ലാ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ ആയിട്ട് ഇവരങ്ങ് മാറി. ഞാൻ പിന്നെ എൻ്റെ നാടും എൻ്റെ ബന്ധുക്കൾ ഇവരാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ വന്നു. അത് കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചു.
ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ കോളേജിൽ ബൈബിൾ പഠിക്കാനായിട്ട് പോയി. ഇതൊന്നും എൻ്റെ വീട്ടുകാർ ഉൾക്കൊണ്ട കാര്യങ്ങളല്ല. അവരാരും ഒരിക്കലും അങ്ങനെ വിചാരിച്ചതേ ഇല്ല. അവർ കരുതിയത് ഞാൻ 2 വർഷം പഠിച്ചിട്ട് തിരിച്ചു വരുമെന്ന്. പക്ഷെ എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളായി. പിന്നെ എൻ്റെ അമ്മ വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. അമ്മയോട് പറയാൻ തുടങ്ങി, താഴ്ന്ന ജാതിക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ട് നിന്റെ മോളെ നീ ഇന്ന ജാതിക്കാർക്ക് വിറ്റ് കളഞ്ഞു, വിറ്റിട്ട് ജീവിക്കുകയാണെന്ന് പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നു. അതുകൊണ്ട് അമ്മ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നീ തിരിച്ചു വരണം, ഇനി എന്നെ ജാതി മാറിയപ്പോ കല്യാണം കഴിച്ചു പോകും, ഇങ്ങനെയൊക്കെ വല്ലാത്ത പ്രശ്നങ്ങളിലും കൂടെ പോയി. അമ്മമാരൊക്കെ ബാധിതരായപ്പോ പ്രശ്നങ്ങൾ തന്നെയായി. ഇച്ചിരി മാനസികമായിട്ടൊക്കെ പ്രയാസപ്പെട്ടു. പക്ഷെ അതൊന്നും തന്നെ ഈ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മാറിപ്പോകാനായിട്ടൊരു കാരണമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അവരോട് പറയുന്നത് എനിക്ക് പറ്റില്ല, ഇതിൽ നിന്ന് തിരിച്ചു വരാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റത്തില്ല. അപ്പൊ മതം മാറ്റിയതാണ് ഇവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റി പറയാൻ തുടങ്ങി കുറെ പേരൊക്കെ. അപ്പൊ എന്നെ ആരും മതം മാറ്റിയില്ല. എനിക്കിത് പഠിക്കാൻ ആഗ്രഹം തോന്നി. ഞാൻ സത്യമായത് പഠിച്ചു. ഞാൻ മിഥ്യയായതിലായിരുന്നു. ഇപ്പൊ ഞാൻ സത്യം മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് ഈ സത്യത്തെ വിട്ടിട്ട് ഒരിടത്തും വരാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ അംഗീകരിക്കാനൊന്നും ആരും തയ്യാറായില്ല. എന്നെ അവരുടെ ഹൃദയത്തിൽ നിന്നൊക്കെ എല്ലാവർക്കും എന്നോട് വലിയ വാത്സല്യമായിരുന്നു. പക്ഷെ വാത്സല്യമൊക്കെ എല്ലാവരും കുറഞ്ഞു. അവരുടെ ഹൃദയത്തിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി. എങ്കിലും പിന്നെ എന്റെ വിവാഹം വലിയൊരു വിഷയമായി. അവർ പറഞ്ഞു, നായർ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ കല്യാണം കഴിക്കുവോ, ഇവിടെ അനിയത്തിക്ക് എന്ത് ഭാവിയുണ്ട്, അല്ലെങ്കിൽ താഴെ മറ്റുള്ളവർക്ക് എന്ത് നാണക്കേടാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അവരോട് പറഞ്ഞു, ജാതി പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ഞാൻ ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ കൊണ്ടുപോവാ, നായർ സമുദായത്തിൽ തന്നെ ഒരു കല്യാണം നടക്കട്ടെ, നടക്കുമ്പോ മതി. ഞാനല്ലാതെ നിങ്ങൾക്ക് ആർക്കും എന്നെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാകത്തില്ല. ഞാൻ ഈ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. കൃപയാൽ എൻ്റെ ഹസ്ബൻഡ് രാധാകൃഷ്ണൻ നായർ കാണ്ടാക്കട പൊട്ടൻകാവ് എന്ന് പറയുന്ന സ്ഥലമാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. എൻ്റെ ഞങ്ങളുടെ വിവാഹം കഴിയുന്നത് 89-ലാണ്. അന്ന് അദ്ദേഹം മാത്രമാണ് വിവാഹത്തിനായിട്ട് പള്ളിയിലേക്ക് വന്നത്. വീട്ടുകാർക്കൊക്കെ പള്ളിയിലും ക്ഷേത്രത്തിലും വെച്ച് വിവാഹം നടത്തേണ്ട, ഏതെങ്കിലും മണ്ഡപത്തിൽ വെച്ച് അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി എന്നാണ്. ഞാൻ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. പക്ഷേ എന്നെ വിവാഹം കഴിക്കുന്ന വ്യക്തി എന്റെ കർത്താവിനെ സ്വീകരിച്ച് പള്ളിയിൽ വെച്ചൊരു വിവാഹം നടക്കണം. അത് മാത്രം എനിക്ക് ആഗ്രഹം. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കൊരു വിവാഹം വേണം. അന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന രീതി അനുസരിച്ച് ഞാൻ അതിൽ ഉറച്ചു നിന്നു. കർത്താവിന്റെ കൃപയാൽ അത് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായെങ്കിലും ദൈവത്തിന്റെ കൃപ, ഇതൊന്നും എന്നെ മിടുക്കെന്ന് പറയാനല്ല, ദൈവം എന്നെ ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ ധൈര്യപ്പെടുത്തി. അന്നും പണ്ട് മുതലേ ഭയം എന്ന് പറയുന്നതൊന്നുമില്ല. ഭീഷണിയൊക്കെ ഇത്തിരി വന്നു, പോലീസ് സ്റ്റേഷനിൽ കയറ്റാനൊക്കെ നോക്കി, പല കഥകളും കെട്ടിച്ചമച്ച് പലതുമൊക്കെ ഉണ്ടായെങ്കിലും ഭയം എന്നതില്ല. കുറച്ച് സങ്കടമൊക്കെ വരും, അപ്പോൾ കുറെ കരയും, ആരെങ്കിലും ഒക്കെ ആശ്വസിപ്പിക്കും. അതിനപ്പുറം പേടിയില്ല. ഇവരെന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ ഒരു പേടി വന്നില്ല. ഇപ്പോഴൊക്കെയാണ് അതിന്റെ വചനത്തിലൊക്കെ ഉറയ്ക്കാൻ പറ്റുന്നത്. വചനം പറയുന്നല്ലോ, ആരെങ്കിലും നിന്റെ ജീവനെ പ്രാണനെ സ്നേഹിച്ചാൽ കരുതിയാൽ അതിനെ കളയും. അപ്പൊ പ്രാണനെ കരുതാതെ മുൻപോട്ട് പോകാനായിട്ട് നമുക്കാർക്കും പറ്റത്തില്ലെന്ന് പത്രോസിന്റെ അനുഭവത്തിൽ പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം പ്രാണനേക്കാളും കർത്താവിനെ സ്നേഹിക്കാമെന്നും കർത്താവിന് വേണ്ടി ഇരിക്കാമെന്നും കൂടെ മരിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ പത്രോസിന് പറ്റത്തില്ലായിരുന്നു എന്ന് പിന്നത്തേതിൽ മനസ്സിലാക്കി പത്രോസ് പിന്നെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നതാണ് നല്ലത്. ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പോലും മടിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. കർത്താവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ആത്മാവിന് ആഗ്രഹമുണ്ടെങ്കിലും ദേഹം ശരീരവും മനസ്സൊന്നും അതിന് വഴങ്ങിയില്ല. എന്നാൽ അന്നേ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യവും നടത്തിപ്പും എന്നെ കരുതി എന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ അങ്ങനെ ആത്മാവിന്റെ നിറവൊന്നും പ്രാപിച്ചിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പിൽ ഞാനറിയാത്ത ഒരു നടത്തിപ്പ് ദൈവത്തിന് എന്നെ കുറിച്ചുണ്ടായിരുന്നു. ദൈവത്തിന്റെ ഒരു കരുതൽ എന്നോടുണ്ടായിരുന്നു. അപ്പൊ എന്റെ സ്നേഹം വലുതായിരുന്നു. റോമാലേഖനം 5:20 പറയുന്ന പോലെ പാപം പെരുകിയെടുത്ത് ദൈവത്തിന്റെ കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ എന്നെ അങ്ങനെ ഭയങ്കരമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് എന്നെ കർത്താവ് വിളിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ശബരിമല പോയതിന്റെ വിശേഷം പറയാനാണ് ഒരു സമയത്ത് ആദ്യമായിട്ട് ഞാനൊരു പള്ളിക്കകത്ത് എഴുന്നേറ്റ് നിന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ സംസാരിക്കുന്നത് തെലങ്കാന സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ്. തെലങ്കാന സ്റ്റേറ്റിൽ മണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മിഷൻ പ്രവർത്തനത്തിലായിരുന്നുകൊണ്ടാണ്. ദൈവകൃപയാൽ അന്ന് നെയ്യാർഡാം ഹെർമോൻ സഭയിൽ ശബരിമല പോയ വിശേഷം പറയാൻ എന്നെ
ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ ദൈവം നടത്തി. കുടുംബമായി ഞങ്ങൾ നേപ്പാൾ ബോർഡർ വരെ കർത്താവ് നടത്തി. ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയുടെ ചെറിയൊരു ഭാഗത്തും ഒറീസയിലും ആന്ധ്ര, തെലങ്കാന ഈ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ആരും അറിയാത്തൊരു ശുശ്രൂഷ ചെയ്യാനായിട്ട് കർത്താവ് ഞങ്ങളെ നടത്തി. ഇങ്ങനെ മീഡിയാസിലൊക്കെ ഈ അടുത്ത കാലത്തൊക്കെയാണ്, കൊറോണ വന്ന ശേഷമാണ് മീഡിയയിൽ പാട്ടെങ്കിലും ഒക്കെ ഞാൻ ഇട്ടത്. ഒത്തിരി പാട്ടുകൾ ദൈവം തന്നു. പാട്ടിനോട് എനിക്ക് വലിയ പ്രിയമാണ്. പാടാനുള്ള കഴിവൊന്നും വലിയതായിട്ടില്ല. എന്നാലും ഞാൻ കർത്താവിനോട് പറയും, എന്താണോ അങ്ങ് തരുന്നത് അത്. ദൈവം തരുന്ന ശബ്ദം, ദൈവം തരുന്നത് ചിലപ്പോൾ അത് വല്ലാത്ത സൗണ്ട് ആയിരിക്കാം, അഗോചരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നുമായിരിക്കാം. പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായത് ഞാൻ പാടുമായിരുന്നു. അങ്ങനെ പാട്ടുകൾ ധാരാളം എഴുതി. തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒരു കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്, അനന്താനന്ദം എന്ന് പറഞ്ഞ്. പിന്നെ യൂട്യൂബിൽ കൊറോണ സമയത്ത് ഒരു പാട്ട് ഇട്ടു. ഇനി ഇത്തിരി പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ഉള്ളിൽ ഞാൻ അറിയാത്ത ഒരു സ്നേഹം കർത്താവിന്റെ ഉള്ളിലിട്ടു. അത് എന്റെ കഴിവല്ല, കർത്താവിന്റെ കൃപയാണ്. ഞാൻ ആയിരുന്ന പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ദൈവമാരെന്നറിയാത്ത സൃഷ്ടിതാവിനെ അറിയാനൊരു ഭാഗ്യം ദൈവം തന്നു. എന്റെ കുടുംബത്തിൽ ആരും അന്ന് വിശ്വാസത്തിൽ വന്നിരുന്നില്ല. എന്നാൽ എന്റെ അമ്മമാരൊന്നും ഇപ്പോഴും വിശ്വാസത്തിൽ വന്നില്ലെങ്കിലും ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അടിച്ച അമ്മ വിശ്വാസത്തിൽ വന്ന് വിശ്വാസ സ്നാനമേറ്റ് അമ്മ മരിച്ചിട്ട് 2 വർഷം ഇപ്പൊ കഴിഞ്ഞു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. എന്റെ കുടുംബത്തിൽ എന്റെ അമ്മയുടെ ഒരു അനുജത്തി ഏറ്റവും കൂടുതൽ മന്ത്രവാദികളെ അന്വേഷിച്ചു പോകുന്ന ഒരാളായിരുന്നു. ആർക്കെതിരെയും ക്ഷുദ്രം ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല. വീട്ടിലൊരു കുഞ്ഞമ്മയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ അതെന്താണെന്ന് മന്ത്രവാദിയോട് ചോദിച്ചാലേ പറ്റൂ. വീട് വെച്ചിട്ട് 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ ബേസ്മെന്റ് ഇളക്കി മാറ്റി പണിത പാർട്ടിയാണ്. കാരണം മന്ത്രവാദി പറയുന്നതാണ് സത്യം. അങ്ങനെയുള്ള എന്റെ അമ്മയുടെ ഒരു അനിയത്തി ഇപ്പൊ പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. ദൈവം നടത്തിയതാണ്. അവരുടെ മക്കൾ ദൈവത്തെ ആരാധിക്കുന്നു. എന്റെ സഹോദരി വിശ്വാസത്തിലാണ്. ഇതെല്ലാം ദൈവത്താൽ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ അതിലുപരി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു വിഷയം, ഞാൻ CSI ബാക്ക്ഗ്രൗണ്ടിൽ വിശ്വാസത്തിൽ വന്നെങ്കിലും പെന്തക്കോസ്റ്റൽ കൂട്ടായ്മകളുമായിട്ടുള്ള ഒരു ബന്ധം ദൈവം എനിക്ക് തന്നു. ധാരാളം ശുശ്രൂഷകൾ ക്ഷണിക്കുകയും എന്റെ സാക്ഷ്യമായാലും ശുശ്രൂഷയായാലും ഒക്കെ പെന്തക്കോസ്റ്റൽ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ദൈവം മാറ്റി. എന്റെ വാർദ്ധക്യ പിതാവ് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തളിക്കൊരു സ്നാനമൊക്കെ കഴിഞ്ഞ ആളാണ്. അദ്ദേഹം പറയും, ഞാൻ മുഴുവൻ സ്നാനം എടുത്തത്, വിശ്വാസ സ്നാനം എടുത്തത് വലിയ എതിർപ്പ് പോലെ പിതാവിന് വലിയ വിഷമമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പച്ച ഞാനേ പിന്നെ കർത്താവിനോട് കൂടുതലായി അടുത്തൊന്നല്ലേ ഉള്ളൂ, ഞാന് ഹിന്ദുവായിട്ടൊന്നും പോയില്ല, ദൈവത്തെ ഉപേക്ഷിച്ച് പോയിട്ടില്ല, അതുകൊണ്ട് അപ്പച്ച അതിനെ പറ്റി വിഷമിക്കണ്ട. പക്ഷെ എനിക്ക് ആക്സിഡന്റ് ഒക്കെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഇച്ചിരി അവിടെയൊക്കെ ഞാൻ ആദ്യം ഈ സുശേഷ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നത് എന്റെ വിവാഹം കഴിഞ്ഞ് 91 ഞങ്ങൾക്ക് മകൻ ജനിക്കും. ഞങ്ങൾക്ക് ഇടയിൽ പറയാൻ വിട്ടുപോയി. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. മൂത്ത മകൻ ആശിഷ്, അവൻ നാട്ടിൽ തന്നെ ഉണ്ട്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്നത് കാട്ടാക്കടയ്ക്കും പേയാടിനും ഇടയിൽ കുങ്ങോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കുങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഇടത്തറ എന്നാണ് ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര്, മണലി ഇടത്തറ. പൊട്ടങ്കാവാണ് ഹസ്ബൻഡിന്റെ കുടുംബ സ്ഥലം. എന്നാൽ അവിടുന്ന് ഞങ്ങള് കുടുംബ വസ്തു ഞങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെ വലിയ കഥയാണ്, വലിയ സംഭവങ്ങളാണ്. എന്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ വന്നെങ്കിലും 6 മാസമേ ആ വീട്ടിൽ താമസിച്ചുള്ളൂ, ഞങ്ങളുടെ കുടുംബ വീട്ടിൽ. അപ്പോ അവർക്കൊന്നും എന്നോട് ആർക്കും ഒരു വിഷമവും ഇല്ല. പക്ഷെ ഞങ്ങളുടെ മാർഗത്തോട് അവർക്ക് വിഷമമാണ്. കാരണം പൊട്ടങ്കാവ് നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം, ഒരു ഭദ്രകാളി ക്ഷേത്രം, ഓപ്പോസിറ്റ് ശാസ്താ ക്ഷേത്രം, 2 കുടുംബക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങൾക്കകത്ത് ആയിരുന്ന ഒരു വ്യക്തിയാണ് രാധാകൃഷ്ണൻ നായർ. അദ്ദേഹം ഒരു പ്രത്യേക അനുഭവത്തിലൂടെയാണ് ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. അതിന്റെ കൃപയാൽ ആ വിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ 6 മാസത്തിനകം വീട്ടിൽ ഞങ്ങളോട് അവർ പറഞ്ഞത് നിങ്ങളെയൊന്നും കൂട്ടാതെ പള്ളിയിൽ വെച്ച് വിവാഹമൊക്കെ നടത്തി ഞങ്ങൾക്കൊക്കെ സഹകരിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ അതിനൊന്നും സമ്മതിച്ചില്ല. ഇനിയെങ്കിലും പള്ളിയിൽ പോകണ്ട, ഈ നാണം കെട്ട പരിപാടിക്കൊന്നും പോകാതെ ഈ നമ്മളെ വീട്ടിനകത്ത് ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങിയൊക്കെ കഴിയണം. ഇച്ചിരി ഒരു സാമാന്യം ഒരു നല്ല
കർഷക കുടുംബമാണ് ഭർത്താവിൻ്റെത്. അവരുടെ അമ്മയുടെ കുടുംബം എന്നൊക്കെ പറയുന്നത് അച്ഛന്റെ കുടുംബവും അങ്ങനെ തന്നെ. അപ്പൂപ്പൻ കുടുംബമൊക്കെ ആന കെട്ടിയ നല്ല തറവാടൊക്കെ ആയി. എന്നാൽ കൃഷി കൊണ്ടൊന്നും വലിയ നേട്ടങ്ങളില്ലാത്തൊരു സമയമായി വന്നു. മറ്റു സഹോദരങ്ങളുടെ മക്കളൊക്കെ പഠിത്തവും കൃഷിയും ഒക്കെ പുരോഗമിച്ചു വന്നു. പഠനത്തിൽ ഈ കുടുംബത്തിൽ വലിയ മുന്നേറ്റമില്ലാതിരുന്നു. കർഷകർ എന്ന നിലയിൽ കൃഷി കൊണ്ടും വലിയ കാര്യങ്ങളില്ലാതെ ശോഷിച്ചു പോയൊരു കുടുംബമാണ്. വലിയൊരു ജന്മ കുടുംബത്തിൽ നിന്ന് ശോഷിച്ചു പോയൊരു തറവാട്ടിലേക്കാണ് ഞാൻ കർത്താവിന്റെ നാമത്തിൽ കാലെടുത്ത് വയ്ക്കുന്നത്. അവിടെ പൂജകളും കാര്യങ്ങളും വളരെ ശക്തമായി നടക്കുന്നുണ്ട്. എന്നാൽ 6 മാസം ഞാൻ ആ വീട്ടിൽ താമസിച്ചു. എന്റെ സഹോദരൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന്റെ പിതാവ് മരിച്ചുപോയി. അദ്ദേഹം മരിച്ച ശേഷം മൂത്ത ജ്യേഷ്ഠനാണ് കുടുംബത്തിലെ കാര്യങ്ങൾക്കൊക്കെ സഹോദരിയുടെ ഹസ്ബൻഡും. അവർ രണ്ടുപേരുമാണ് കാരണവരായിട്ട് നിൽക്കുന്നത്. വസ്തുവൊക്കെ ഷെയർ ചെയ്ത് അവരവരുടെ പേരിന് പോക്കുവരവൊക്കെ ചെയ്ത വസ്തുവാണ്. പക്ഷേ ഞങ്ങൾക്കുള്ള വസ്തു അവർ വിട്ടു തരുന്നില്ല. ചേട്ടൻ പറഞ്ഞു ക്രിസ്ത്യാനിയെല്ലാം എഴുതി വെച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതിനൊന്നും പോയില്ല. അപ്പൊ 6 മാസമായപ്പോ അവര് പറഞ്ഞു, നിന്റെ പാട്ടും പ്രാർത്ഥനയൊക്കെ ഇവിടെ വന്നു, ഇവിടെ വിളക്ക് കത്തിച്ചാൽ കത്തുന്നില്ല, ഒരു ദൈവസാന്നിധ്യവും ഇല്ല. അതുകൊണ്ട് ഈ കറുത്ത പുസ്തകം എന്നിവിടെ കൊണ്ടുവന്നു, അന്ന് മുതൽ ഇവിടെ ഒരു സമാധാനമില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഈ പുസ്തകം മാറ്റി വെച്ച് ഇതിനുപേക്ഷിച്ചിട്ട് കുടുംബത്തിനകത്ത് അടങ്ങിയിരിച്ചുകൊണ്ട് കഴിയണം. സാധാരണ വിശ്വാസികളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ക്രിസ്ത്യാനികളൊക്കെ അറിയാം. ഇദ്ദേഹം ആ പള്ളിയിലൊക്കെ വിളിച്ച് ബൈബിളൊക്കെ പൊതിഞ്ഞൊക്കെ കൊണ്ടുപോയതാണ്. അപ്പം അവിടുത്തെ ഞങ്ങളുടെ വെള്ളയിൽ വിൽക്കാരൊക്കെ ആയിരുന്ന ആൾക്കാർ പള്ളിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവര് തന്നെ വന്ന് ജമീല് മോഞ്ഞാല് പള്ളി വന്നതൊക്കെ സന്തോഷം കൊണ്ട് അവര് പറഞ്ഞത് അങ്ങ് പരസ്യമായി. അങ്ങനെയൊക്കെ ഈ പുള്ളിയും അവിടെ ഇത്തിരി ഒറ്റപ്പെട്ടു. എന്നാൽ വിവാഹം കഴിഞ്ഞ് വന്നപ്പോ അവര് പറഞ്ഞു, സാധാരണ ഞങ്ങൾ കാണുന്ന വിശ്വാസികളൊക്കെ ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോകും, പിന്നെ അവരടങ്ങിയത് കുടുംബത്തിൽ കഴിയും. ഇത് ഞായറുമില്ല, തിങ്കളുമില്ല, ചൊവ്വയുമില്ല, വെള്ളിയുമില്ല, ഇങ്ങനെ നടക്കുന്ന ഒരു മാർപ്പാപ്പയും മദർ തെരേസയും എന്ന് അവർ പേര് വിട്ടു. എന്നിട്ട് പറഞ്ഞു, അടങ്ങി ഇവിടെ കഴിയാമെന്ന്, ഇവിടെ കഴിയണം, അല്ലെ ഇവിടെ ഇറങ്ങിക്കൊള്ളണം. ഒരു ദിവസം രാത്രി ഞങ്ങളൊരു ആരാധന കഴിഞ്ഞ് വരുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. അന്ന് രാത്രി ഞാൻ ഇച്ചിരി നിന്ദിക്കപ്പെട്ടു. എന്നാലും അവർക്കറിയില്ലല്ലോ, അവർക്കറിയാത്തത് കൊണ്ടാണ്. എങ്കിലും അന്നത്തെ മനസ്സിൽ അവരോട് ദേഷ്യമുണ്ട്, പ്രതികരിക്കാറില്ല അവരോടൊന്നും. എങ്കിലും ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു അവരോട്, അറിവില്ലാതെ വേണ്ട സമയത്ത്. ഇന്ന് അവരോട് ആരോടും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ അറിഞ്ഞ സത്യം അവരറിയാത്തത് കൊണ്ടുള്ള പ്രയാസമാണ്. അവരത് അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനേകർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുതൽ ഞാനും ആഗ്രഹിക്കുന്നു, അരോമ ടിവിയുടെ പ്രേക്ഷകരും ഞങ്ങളുടെ കുടുംബക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രിയ പാസ്റ്ററും കുടുംബവും പ്രാർത്ഥിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇതുകൊണ്ടൊരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒറ്റപ്പെട്ട് വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നതിൽ ധൈര്യത്തോടെ നിൽക്കാൻ ഒരു ഇടയാകണം. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന കിട്ടും, ഇതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവര് ഞങ്ങളെ ഇറക്കി വിടുമ്പോ രാവിലെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ബൈബിൾ എടുത്തു തന്നെ അമ്മായിയമ്മയോട് ഞാൻ, അമ്മയാണ് അമ്മായിയമ്മ എന്ന് പറയാറില്ല, അമ്മയോട് ഞാൻ ഈ പുസ്തകം മാത്രം ഞാൻ എടുക്കുന്നു പോകുന്നു. അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞങ്ങളോടൊപ്പം കഴിയാൻ പറഞ്ഞപ്പോ അത് വയ്യ നിനക്ക്. നല്ലൊരമ്മയാണ്, പാവം പിടിച്ച അമ്മയാണ്. അവർക്ക് ഈ മാർഗത്തോടുള്ള വിഷമമാണ്. അവർ വന്ന് ഞങ്ങളെ നാണം കെടുത്താതെ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയാൻ വയ്യ, ഞങ്ങളെ വിട്ടിട്ട് പോകാൻ കുഴപ്പമില്ല, ഈ പുസ്തകം വിടാൻ നിനക്ക് ഇഷ്ടമില്ലല്ലേ? ഞാൻ പറഞ്ഞു, ഒരിക്കലും ഈ പുസ്തകം വിടാൻ എനിക്ക് പറ്റത്തില്ല. ഇന്ന് ഞാൻ ഇത് വിട്ടിട്ട് നിങ്ങളെ വേണം എന്ന് പറഞ്ഞ് നിങ്ങളോടൊപ്പം നിന്നാൽ നാളെ എനിക്ക് നിങ്ങളുമില്ല, ഇതുമില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇതിനെ ആരോട് അടച്ചുകൊണ്ട് നിങ്ങളെ വിട്ടിട്ട് പോയാൽ നാളെ ഒരു സമയത്ത് നിങ്ങളെല്ലാം എനിക്ക് വരും, നിങ്ങളെയൊക്കെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് മാത്രം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ പ്രിയമുള്ളവരെ, അത് ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. അന്ന് ഞാൻ കൺസീവ് ആണെന്ന വിഷയം പോലും അറിയുന്നില്ല. വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു. 6-ാം മാസത്തിൽ ഞങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾക്ക് വേറെ പോകാൻ ഒരിടമില്ല, താമസിക്കാൻ ഇടമില്ല. എൻ്റെ അമ്മയുടെ അടുക്ക പോയി ഒരു വർഷം, 1.5 വർഷത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചു. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഞാൻ കൺസീവ് ആണെന്ന് അറിയുന്നത്. പക്ഷെ ഞാൻ 9 മാസം കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഞങ്ങളെയൊക്കെ ഒന്നും ആദരിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷെ കൃപയാൽ കുഞ്ഞിന് 6 മാസമായപ്പോൾ ഞങ്ങൾ പ്രത്യേകം വാടകയ്ക്ക് താമസിക്കാനിടയായി. പ്രത്യേക വരുമാനങ്ങളൊന്നും ഇല്ല, പക്ഷെ ദൈവം ഞങ്ങളെ സമൃദ്ധിയായിട്ട് നടത്തി. അന്നൊക്കെ കുടുംബത്തിൽ നന്നായിട്ട് വരുമാനം, അതായത് ഞങ്ങൾക്ക് തന്നെയുള്ള വസ്തുവിലും ഒക്കെ ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായത്, കൃഷി ചെയ്തു. അച്ഛൻ മരിച്ച ശേഷം
നെല്ലൊന്നും ഇടുന്നില്ലായിരുന്നു. അപ്പൊ കുന്നല്ലരി വെള്ളം കുടിക്കാൻ കൊതി വന്നു എന്ന് അമ്മ പറഞ്ഞു. അമ്മയെ കാണാൻ ചേട്ടൻ പോകുമായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകാറില്ല. ഞങ്ങളോട് അവരാരും സഹകരിക്കാറില്ല, നല്ല കാര്യങ്ങൾക്കൊന്നും വിളിക്കാറില്ല. മരണത്തിനൊക്കെ അറിഞ്ഞു പോയാലും ആരും ഞങ്ങളോട് സഹകരിക്കാറില്ലായിരുന്നു. എങ്കിലും മാറി നിന്ന് അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ഹസ്ബൻഡ് ചിലപ്പോഴൊക്കെ വിളിച്ചു പോയി അമ്മയെ കാണും. അമ്മ ഒരു ദിവസം പറഞ്ഞു, ഇച്ചിരി നിന്റെ വയലിൽ ബാക്കിയൊക്കെ പണയ്ക്കൊക്കെ പാട്ടത്തിനൊക്കെ കൊടുത്തു, നിന്റെ വയലിൽ ഇത്തിരി നെല്ലിട്ടു, പക്ഷെ അത് കൊണ്ടുവന്ന് അവിച്ച് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞി വെച്ചപ്പോ ചോറ് കഴിക്കുന്നതാ. അപ്പൊ അമ്മ പറഞ്ഞു, ഇത് വിൽക്കാനും പറ്റുന്നില്ല, തിന്നാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ ഒന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു, കേട്ടോ ഞങ്ങൾക്ക് അരി വാങ്ങാൻ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് ഒരു പഴം വാങ്ങി ഞങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നില്ല, വീട്ടില് വാഴപ്പണയൊക്കെ ഉണ്ട്, പത്തായത്തില് കൊലയും തേങ്ങയും ഒക്കെ ഇഷ്ടംപോലെ വീട്ടിലുണ്ട്, പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ കുറെ കാലം കഴിഞ്ഞു. എന്റെ മോളെ രണ്ടാമത് എന്റെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം. 8ാം മാസത്തിൽ ഒരു ദിവസം വയറുവേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായി. കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം ആശുപത്രി ചെലവായി. വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാനില്ല. അന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരു ആന്റി കൊടുത്തയച്ച ഒരു കഷ്ണം ചക്കപ്പഴം 2 ദിവസത്തിൽ ഞങ്ങളുടെ ഭക്ഷണം ഉണ്ടായിരുന്നു. അത് കഴിച്ച് വെള്ളം കുടിച്ച്. പക്ഷെ തിരിച്ചു പോകാമായിരുന്നു. ഒത്തിരി സന്ദർഭങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരുടെ പേര് പറഞ്ഞിട്ട് ഒരു സച്ചിൻ തൂക്കി ഇങ്ങനെ തെണ്ടാൻ നടക്കുന്നു, തെണ്ടിയിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോ തിരിച്ച് എന്റെ കാൽക്കൽ വരുമെന്ന്. ഒന്ന് മാത്രം തമ്പുരാനോട് നിർത്താതെ ഒരിക്കലും നിന്റെ നാം രക്ഷിക്കപ്പെടാൻ. ഞങ്ങളുടെ വിശ്വാസക്കുറവും ഞങ്ങളുടെ പോരായ്മകളും ഒക്കെ കൊണ്ട് ഒത്തിരിയൊക്കെ ഞങ്ങൾക്ക് തോൽവിയൊക്കെ വന്നിട്ടുണ്ട്, ബാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ വിട്ടിട്ട് മടങ്ങി പോകാനിടയാകും. മനുഷ്യരിൽ ഒത്തിരി ആശ്രയിച്ചിട്ടുണ്ട്, അതിന്റെയൊക്കെ തകർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തന്നെയാണ്. പക്ഷെ കർത്താവിന് വിട്ട് ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി തിരിച്ചു പോകാനിടയാകരുത്. അത് മാത്രമാണ് പ്രാർത്ഥിക്കുമായിരുന്നത്. കർത്താവ് പ്രിയരെ, ദൈവം സമൃദ്ധിയായിട്ട് ഞങ്ങൾ നടത്തുന്നു. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും ഞങ്ങളെ മോൻ 5th ക്ലാസ്, മോള് 1st സ്റ്റാൻഡേർഡുമായപ്പോ കർത്താവ് ഞങ്ങൾക്ക് മിഷൻ ഫീൽഡിലേക്ക് പോകാനായിട്ട് സാഹചര്യം ഒരുക്കി. ആദ്യം ഞങ്ങള് CSI ബാക്ക്ഗ്രൗണ്ടിലാണ് ആയിരുന്നല്ലോ. 25 വർഷം അതിനകത്തായിരുന്നു. സ്ത്രീകളുടെ ഇടയിൽ ശുശ്രൂഷയും മറ്റു വിധത്തിൽ കുറച്ച് ആഴമായ ശുശ്രൂഷകളിലേക്ക് അനേക കുടുംബങ്ങളിൽ അനേകർക്ക് വേണ്ടി ആഴമായി പ്രാർത്ഥിക്കാൻ അവസരങ്ങൾ ഒരുക്കി. അന്നത്തെ എന്റെ സാഹചര്യത്തിൽ എനിക്ക് ശുശ്രൂഷയ്ക്കുള്ള സാഹചര്യമാണ് അതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അങ്ങനെ ദൈവം എന്നെ നടത്തി. എന്നാൽ ഇതിനിടയിൽ ഞങ്ങൾ ഒരു 5 വർഷം ഡെപ്യൂട്ടേഷൻ എഴുതി മിഷൻ ഫീൽഡിലേക്ക് വന്നു. വരുന്ന സമയത്ത് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് ഒന്നേ പറഞ്ഞുള്ളൂ, എവിടെയെങ്കിലും ഇപ്പൊ ഇവിടെ സ്കൂളുണ്ട്, സ്കൂളിൽ പഠിപ്പിച്ച് ടീച്ചറായിരിക്കണമെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാം. ഡിഗ്രി കഴിഞ്ഞ് BEdന് പോകാൻ തുടങ്ങിയതായിരുന്നു. എന്റെ ആത്മീയ പിതാവ്, എന്റെ ആത്മീയ പിതാവാണ് സത്യനേശൻ പ്രസന്ന. അദ്ദേഹം പറഞ്ഞത് എന്നെ BD-കാരിയാക്കി എന്നെ അതിനകത്ത് CSIയിൽ അച്ഛൻപട്ടമൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. കൃപയാൽ കർത്താവ് BD-ക്കുള്ള അഡ്മിഷൻ പല കാരണങ്ങളാൽ മാറ്റപ്പെട്ടു. എന്നാൽ ഞാൻ ബൈബിൾ കോഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷയിൽ തന്നെ ആയിരിക്കുന്നു. എന്റെ വാർദ്ധക്യ പിതാവ് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ഞാൻ ശുശ്രൂഷയിൽ തന്നെ ആകണം, ടീച്ചറായിട്ടൊന്നും പോകണ്ട, ശുശ്രൂഷ ചെയ്താൽ മതിയെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഞാൻ ഒരിക്കലും ഒരു ശുശ്രൂഷക്കാരി ആകണമെന്നൊരാഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു. വചനം പഠിക്കാൻ എനിക്ക് ആഗ്രഹമായിരുന്നു. പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ വചനം പഠിപ്പിക്കാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി. അങ്ങനെ പിന്നെ എന്റെ ലോകം അത് തന്നെയായി. ഞാനായിട്ടായതല്ല, കർത്താവ് എന്നെ അങ്ങനെ ആക്കിയതാണ്. നല്ല കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് കർത്താവിൽ വിശ്വാസമാണ്, കർത്താവ് എന്നെ വിളിച്ചു നടത്തുന്നു. ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് വിളിയില്ല, നിനക്ക് ശുശ്രൂഷയ്ക്ക് വിളിയുണ്ട്, നീ അത് ചെയ്യണം, മാക്സിമം എന്നാലാവുന്നത് കായികമായി സപ്പോർട്ട് ചെയ്യണം. അദ്ദേഹം അങ്ങനെ തന്നെ എനിക്ക് ശുശ്രൂഷയിൽ പിൻബലമായിരിക്കുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോ ദൈവം ഞങ്ങളെ സമൃദ്ധിയായിട്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിലും മടങ്ങിപ്പോകാൻ ഒരു വിധത്തിലും ഹൃദയത്തിൽ തോന്നിയില്ല. ഈ വിശ്വാസത്തിൽ എന്തിനു വന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം ദൈവം വരുത്തിയില്ല. എന്നാൽ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി നടത്തി അനുദിനം ഞങ്ങളെ സമൃദ്ധിയായിട്ട് ദൈവം നടത്തി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചു, എനിക്ക് മിഷൻ ഫീൽഡിൽ പോകണം. അത് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി ശുശ്രൂഷ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പോയി ടീച്ചറായിട്ട് ജോലി ചെയ്ത് അങ്ങനെ മാത്രം ഇരിക്കാനല്ല, അവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അങ്ങനെ ഇരിക്കാനല്ല. ഏത് ഉൾക്കാട്ടിൽ കർത്താവായിരിക്കുന്നു
ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ദൈവം അയക്കുന്ന ഒരു സ്ഥലം ഞങ്ങൾ കാണിച്ചു തരണം. ആ സ്ഥലത്ത് പോകാൻ എൻ്റെ കുഞ്ഞുങ്ങൾ തടസ്സമാകരുത്. അതുകൊണ്ട് അവരെ പഠിപ്പിക്കാനായിട്ട്, അവരെ സംരക്ഷിക്കാനായിട്ടൊരു വഴി ദൈവം ഒരുക്കണം. ദൈവം ഞങ്ങൾക്ക് യാദൃച്ഛ്യമെന്നോണം തിരുനെൽവേലി ഡോണാവൂർ സന്തോഷ വിദ്യാലയം പരിചയപ്പെടാനിടയായി. അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു. കൃപയാൽ അത് കുഞ്ഞുമോള്, എൻ്റെ മോള് സ്വപ്നം കണ്ടു. അവിടെ നിന്ന് മറുപടി വന്നത് മോന് അഡ്മിഷൻ കിട്ടിയില്ല, മോൾക്ക് കിട്ടി, അമ്മ കരയുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവത്തോട് പറഞ്ഞു, എൻ്റെ മോനെ ഇവിടെ നാട്ടിലാക്കിയിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്താക്കിയിട്ട് മോളെ അവിടെ ഹോസ്റ്റലിൽ ആക്കിയിട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങത്തില്ല. തിരിച്ചു വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ വിശ്വാസത്തിൽ എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ക്രിസ്ത്യമായ അന്തരീക്ഷത്തിൽ എൻ്റെ വാർദ്ധക്യ പിതാവ്, എൻ്റെ ആത്മീയ പിതാവ് എന്നെ കുറിച്ച് എനിക്ക് വളരാൻ ക്രിസ്ത്യമായ അന്തരീക്ഷം ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിച്ചത് അപ്പച്ചൻ എന്നെ ഓർപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്നും സമ്പാദിച്ചിട്ടില്ല അവർക്ക് വേണ്ടി. പക്ഷെ അവർ ക്രിസ്ത്യമായ അന്തരീക്ഷത്തിൽ വളരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ദൈവം ഞങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഡോണാവൂർ സന്തോഷ വിദ്യാലയം അഡ്മിഷൻ തന്നു. അന്ന് എല്ലാ മിഷണറി സംഘടനയുടെ മക്കളാണ് അവിടെ പഠിക്കുന്നത്. CSIയിലെ കുഞ്ഞുങ്ങളാരും അവിടെ എപ്പോഴില്ല. എല്ലാ IIM, IIT, FMBB പോലുള്ള മിഷണറി സംഘടനയിലെ മക്കളാണ് അവിടെ പഠിക്കുന്ന. മിഷണറീസിന്റെ കുഞ്ഞുങ്ങൾക്ക് സംഘടന തന്നെയാണ് സ്പോൺസറിങ്, ഡിസ്കാർഡിങ് എല്ലാം കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവിടെ കിട്ടാൻ ഒരു അവസരം ദൈവം ഒരുക്കി. പക്ഷെ ഇടയ്ക്ക് അഡ്മിഷൻ കിട്ടുക പാടാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലാണെങ്കിൽ കിട്ടും. മോളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇവിടെ പഠിച്ചിട്ട് അവൾക്ക് അവിടെ വീണ്ടും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അഡ്മിഷൻ കിട്ടിയത്. മോൻ 5th കഴിഞ്ഞ് 6th പോകേണ്ടവന് വീണ്ടും 5th കിട്ടിയത്. എങ്കിലും അവർക്ക് ഒരു വർഷം നഷ്ടമായെങ്കിലും അഡ്മിഷൻ ദൈവം തന്നു. കുഞ്ഞുങ്ങൾക്ക് അവിടെ സ്പോൺസറിങ് ഇല്ല. വളരെ ഞങ്ങൾ പ്രയാസപ്പെട്ടു. എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ അവരുടെ പഠനം അവിടെ പൂർത്തിയായി. അവർ പുറത്തു വന്നു. കുഞ്ഞുങ്ങളുടെ, ഞാൻ ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്റെ സമയമായി. കുഞ്ഞുങ്ങൾക്ക് വിവാഹം എങ്ങനെയായിരിക്കും, ഞങ്ങളെ വന്ന ഒരു സാഹചര്യവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും, ദൈവഹിതം എന്താണോ ദൈവം ചെയ്യണമെന്ന്. കയ്യിലൊന്നും സമ്പാദിച്ചില്ല, സമ്പാദ്യമൊന്നും ഞങ്ങൾക്കില്ല. എൻ്റെ മാതാവ് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പെൺകുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു, നീ എന്ത് സമ്പാദിച്ചു? നീ ഇങ്ങനെ നാട് നടന്ന് മതം മാറ്റിക്കൊണ്ട്. ഞാൻ ഹസ്ബൻഡിന്റെ ആൾക്കാർ പറയുമായിരുന്നു, ഇവിടുത്തെ എല്ലാവരും മതം മാറ്റി തീർന്നപ്പം അങ്ങ് ആന്ധ്രയിലും ഛത്തീസ്ഗഡിലും ഒക്കെ പോയി മതം മാറ്റി. CSI നിന്നിട്ട് പൈസ പറഞ്ഞ് കിട്ടിയത് കൊണ്ട് പെന്തക്കോസ്തിൽ പോയി കുറേയൊക്കെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു ദിവസം എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളുടെ 2 പേരുടെ വിവാഹപ്രായം. ഒരു +2 കഴിഞ്ഞപ്പോൾ ഞങ്ങള് നാട്ടിൽ വന്നു. വർഷത്തിലൊരിക്കലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ജൂൺ ആരംഭത്തിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ഫീൽഡിലേക്ക് വന്നാൽ പിന്നെ ഞങ്ങള് വർഷത്തിന്റെ അവസാനം സമ്മർ വെക്കേഷനാണ് കുഞ്ഞുങ്ങളെ കാണുന്നത്. എനിക്ക് ക്രിസ്ത്യ ജീവിതത്തിന് വളരെ തടസ്സമായിരുന്നു അമ്മയെങ്കിലും പിന്നത്തേതിൽ അമ്മ എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു. എൻ്റെ അമ്മയാണ് മാസത്തിലൊരിക്കൽ പോയി കുഞ്ഞിനെ കണ്ടുകൊണ്ടിരുന്നത്. അമ്മ വിശ്വാസത്തിലേക്ക് വന്നു. അനിയത്തി വിശ്വാസത്തിലാണ്. അവൾ കുടുംബമായി അവരുടെ വിവാഹമൊക്കെ ക്രിസ്ത്യമായി തന്നെ നടക്കാനിടയായി. എല്ലാ വിധത്തിലും ഒരു വശത്ത് പ്രതികൂലമുണ്ടെങ്കിലും മറുവശത്ത് ഞാനറിയാത്ത ഒരു കൈത്താങ്ങൽ കർത്താവ് തന്ന് പലരെയും ഉപയോഗിച്ചു. പലരെയും ഞങ്ങളെ എതിർക്കാനായിട്ടൊക്കെ പിശാച് ഉപയോഗിച്ചെങ്കിൽ ഞങ്ങളെ വളർത്താനായിട്ടും അനേകരെ ദൈവം ഒരുക്കി. അതുകൊണ്ട് അതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ആരും കാരണക്കാരല്ല. 2 ഭാഗവും വേണം. അതിന് രണ്ട് ഭാഗത്തും ആൾക്കാരെ ഉപയോഗിക്കുന്നു. പിശാച് കുറെ പേര് ഉപയോഗിക്കുന്നു, ദൈവം മറ്റു കുറെ പേര് ഉപയോഗിക്കുന്നു. നമ്മുടെ നല്ല നടത്തിപ്പിനും നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനും പലരും വേണമല്ലോ. അത് പല വിധത്തിൽ പിശാച് ഉപയോഗിക്കുന്നു. ദൈവം എന്നാൽ മറുവശത്ത് നമ്മളെ വളർത്താനായിട്ടും അനേകരെ ഉപയോഗിക്കുന്നു എന്നതിന് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സാക്ഷ്യമുണ്ട്. ഞാൻ ഒത്തിരി കൂടുതലായിട്ട് വിശദമായിട്ട് എനിക്ക് ഒത്തിരി പറയാനാണെങ്കിൽ അനുഭവങ്ങൾ ഒത്തിരിയാണ്. എന്നാൽ എടുത്തു പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഇച്ചിരി നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ഇത്തിരി ബന്ധങ്ങൾ നഷ്ടം വന്നിട്ടുണ്ട്, ഇച്ചിരി മനപ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനേക്കാൾ ഉപരി എനിക്ക് ചില ആത്മാക്കൾ, ദൈവരാജ്യത്തിനായിട്ട് സമ്പാദിക്കപ്പെടേണ്ട ചില ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദനയാണ്. എൻ്റെ ഭൗതിക ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ അപ്പുറം ചില ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് വളരെ അധ്വാനിക്കുകയും വളരെ കുടുംബത്തിനകത്തും പുറത്തും അകത്തും കുറെ പേർക്ക് വേണ്ടി, പക്ഷെ അതൊക്കെ വല്ലാതെ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദനയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇവിടെയും ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ദാഹം ദൈവം തന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ആദ്യം മിഷൻ ഫീൽഡിൽ വരുന്നത് CSI ബാക്ക്ഗ്രൗണ്ടിലാണ്.
എന്നാൽ 5 വർഷത്തേക്ക് വന്നതാണ്. 5.5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജാർഖണ്ഡിലേക്ക് പോയി. അത് കഴിഞ്ഞ് നാട്ടിൽ പോയി. കുഞ്ഞുങ്ങൾ +2 കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നാട്ടിൽ വന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ വർഷത്തിലൊരിക്കലാണ് ഞങ്ങളെ കാണുന്നത്, ഞങ്ങൾ അവരെ കാണുന്നത്. പക്ഷേ അവർ വളരെ സഫർ ചെയ്തു, ഞങ്ങളും വളരെ സഫർ ചെയ്തു. കുഞ്ഞുങ്ങളെ ആദരിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ, അവർ ഒരുപാട് ഒറ്റപ്പെടലും എന്നയൊക്കെ അനുഭവിച്ചു. കൃപയാൽ അവർ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ വന്നു. മാട്രിമോണിയിൽ രണ്ടുപേർക്കും ഒരുമിച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എന്നാൽ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെയാണ്. മോന്റെ എൻഗേജ്മെന്റ് കഴിയണം, മോളുടെ വിവാഹം കഴിയണം, കഴിഞ്ഞ് മോന്റെ കല്യാണം കഴിയണം. അങ്ങനെ ആഗ്രഹിച്ചു. കൃപയാൽ ദൈവം അങ്ങനെ തന്നെ ഒരുക്കി. മകന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് മോളുടെ എൻഗേജ്മെന്റ് ആയി. അത് കഴിഞ്ഞ് മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് മോന്റെ കല്യാണം കഴിഞ്ഞു. ദൈവം അങ്ങനെ തന്നെ ഒരുക്കി തന്നു എല്ലാ കാര്യങ്ങളും. മരുമകൻ എന്ന് പറയുന്നത് സാമാറ്റിങ്ങൽ പറയും. ആറ്റിങ്ങൽ ഒരു കൊല്ലം കല്ലടക്കാരാണ്. അവരും ഒരു ആശാരി ഫാമിലി വിശ്വാസത്തിലുള്ളവരാണ്. വേണുദാസ് ആശാരി പാസ്റ്റർക്ക് അറിയാമല്ലോ. അരോമ ടിവിയിലും പാസ്റ്റർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന അരോമ ടിവിയുടെ ചില സാക്ഷ്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ നാട്ടിലായിരുന്നപ്പോഴൊക്കെ കേട്ടു. മിഷൻ ഫീൽഡിലോ എന്നിട്ട് അതിനൊന്നും ഒത്തിരി സമയം കിട്ടാറില്ല. പിന്നെ ഇവിടെ സിഗ്നൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഡൗൺലോഡ് ആയി കിട്ടുക വലിയ പ്രയാസമാണ്. അതുകൊണ്ട് കേൾക്കാറില്ല. അരവിന്ദ് പാസ്റ്ററുടെ സഹോദരിയുടെ മകനാണ്. ഏറ്റവും ഇളയ സഹോദരിയുടെ മൂത്ത മകനാണ് ഞങ്ങളുടെ മരുമകൻ സാമാറ്റിങ്ങൽ. മ്യൂസിക് അറേഞ്ചറും കീബോർഡിസ്റ്റും ഒരു പാസ്റ്ററും ശുശ്രൂഷക്കാരനും ഒക്കെയാണ്. കൃപയാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകനെ ദൈവം തന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മോൾ മൂന്നാമതിപ്പോൾ കൺസീവാണ്. മോനും 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ ജനിച്ചതൊക്കെ വളരെ ദൈവം. എൻ്റെ മോളുടെ വിവാഹ സമയത്തൊക്കെ ഞാൻ സ്വപ്നത്തേക്ക് നോക്കി കരഞ്ഞ സമയമാണ്. കൊറോണയുടെ ഭയങ്കരമായ തീവ്രമായ കൊറോണയുടെ സമയത്താണ് ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളുടെയും വിവാഹം, 2 കുഞ്ഞുങ്ങളുടെയും പ്രസവ കാര്യങ്ങൾ, മരുമകളുടെയും മകളുടെയും പ്രസവം. ദൈവം ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് 4 കുഞ്ഞുമക്കളെ തന്നു. അത് 3 മാസത്തെ വ്യത്യാസത്തിലാണ് മോനും മോൾക്കും 2 പെൺകുഞ്ഞുങ്ങളെ തരുന്നത് ദൈവം. ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയ്ക്കൊന്നും വലിയ തടസ്സമില്ലാത്ത വിധത്തിൽ കർത്താവ് എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നു. മോളുടെ പ്രസവം കഴിഞ്ഞു. അവളുടെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്ന് വീട്ടിൽ വിടുന്നത് വരെ എൻ്റെ മരുമോള് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മോളുടെ കാര്യമെല്ലാം കഴിഞ്ഞ് അവളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മരുമോളുടെ കാര്യമായി. 3 മാസത്തെ വ്യത്യാസത്തിൽ 2 പെൺകുഞ്ഞുങ്ങളെ ആദ്യം ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞ് 2 വർഷം 2 പേരും ഡോക്ടറെ കാണാൻ പോകുന്നത് ഒരുമിച്ച്. കൊറോണയാണ്. അന്ന് ഡോക്ടറെ കാണാൻ പോകാൻ പ്രയാസമാണ്. മോനാണ് മെഡിക്കൽ റെപ്പായിട്ടിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ കെയർ ഓഫിൽ ഡോക്ടറുടെ വീട്ടിൽ പോയി കാണുന്നു. 2 പേരും ഒരുമിച്ചാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്. പ്രസവം അടുത്തടുത്ത് തന്നെയായിരുന്നു. രണ്ടാമത്തേത് അതിനേക്കാൾ അതിശയമായിട്ട് 3 ദിവസത്തെ വ്യത്യാസത്തിൽ 2 ആൺമക്കളെ ഞങ്ങൾക്ക് തന്നു ദൈവം. യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരു വടിയുമായിട്ട് ഒറ്റയ്ക്ക് ഈ നദി കടന്ന് പോയി ദൈവത്തിനെ ഒരു ജനമാക്കി മാറ്റി എന്ന് പറഞ്ഞ പോലെ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. ഒറ്റയ്ക്ക് ഇറങ്ങിയതല്ല, ഇറക്കിയതാണ് ദൈവം. ഇതുവരെ നടത്തി കൊണ്ടുവന്നു. ഇന്ന് 10 പേരായി. ഞങ്ങൾ 11ാമത് ഒരാളിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. 4 മാസമായി. ഇപ്പൊ ഞങ്ങളെ നാട്ടിൽ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. കർത്താവ് അനുവദിച്ചാൽ ഓഗസ്റ്റാണ് അവളുടെ ഡേറ്റ്. അതിന് മുൻപ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകും. അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കർത്താവ് പിന്നെയും ആയുസ്സും ആരോഗ്യം തന്നാൽ, കർത്താവ് വന്നില്ലെങ്കിൽ പിന്നെയും ഞങ്ങളുടെ ആയുസിന്റെ അവസാന നിമിഷം വരെയും കർത്താവിനായിട്ട് തന്നെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ള മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഇല്ലാതെയല്ല. പക്ഷെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവം ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ എല്ലാരും പറഞ്ഞു ഞങ്ങളുടെ വസ്തു ഒന്നും അത് വിട്ടു കിട്ടാതിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു കേസ് കൊടുക്കണം. അവരൊക്കെ ചേട്ടൻ അവർക്ക് മക്കളൊക്കെ ആയി, ചെലവൊക്കെ ആയി. 1 ഏക്കറോളം വസ്തു ഞങ്ങളുടെ പേരിലായി ചേട്ടന്റെ പേരിലുണ്ടായിരുന്നു. എനിക്കൊരല്പം വസ്തു ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഷെയർ ചെയ്ത് തന്നു. ഞങ്ങൾ 2 കുട്ടികളാണല്ലോ. അതൊക്കെ ഞങ്ങൾ വിറ്റിട്ടാണ് പിന്നെ ഞങ്ങൾ വീടൊക്കെ വെക്കാനായിട്ട് പ്രാരംഭം ഇട്ടത്. എന്നാല് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനും അവരോട് വഴക്കുണ്ടാക്കാനും ഒന്നിനും പോകുന്നില്ല. 7 വർഷം കഴിഞ്ഞപ്പോ 7ാമത്തെ വർഷം നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. വാടക കൊടുക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം മൂത്ത ജ്യേഷ്ഠൻ ഈ പ്രമാണമൊക്കെ കൊണ്ടുവന്ന്, ചേട്ടൻ ഒരു തുണിക്കടയിൽ കുറച്ച് നാൾ
ആ കടയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തിട്ട് വന്നതാ, നിന്റേത് നീ എടുത്തോ, ഞാൻ ഉറങ്ങിയിട്ട് ഇത്രയും വർഷമായി, ഞാൻ സമാധാനമായിട്ട് ഉറങ്ങട്ടെ, നീ എടുത്തോ കൊണ്ട് കൊടുത്തിട്ട് പോയി. എന്നാൽ ഞങ്ങളുടെ വീട്ടിലൊന്നും വരാറില്ല. പക്ഷെ അവർക്ക് ഇന്നറിയാം കാലത്ത് നിന്ദിച്ചു ഞങ്ങൾക്ക്. എന്നിട്ട് ആ വസ്തുവിൽ കൃപയാൽ എന്റെ വസ്തു വിറ്റിട്ട് ഞങ്ങൾ ചെറിയ വീട് കെട്ടി, വലിയ കടബാധ്യതയില്ലാത്ത വിധത്തിൽ. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ കുട്ടികളാണല്ലോ. അവർക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു താൽക്കാലികമായിട്ട് അത് പൂർത്തിയാക്കാതെ തന്നെ സ്വന്തം വീട്ടിൽ കയറി. കയറുമ്പോൾ അവർ പറഞ്ഞു, പാലുകാഴ്ചയായിട്ട് അങ്ങനെ ഒന്നുമില്ല, ഒന്ന് പ്രാർത്ഥിച്ച് കയറുകയാണ്, തിങ്കളാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോ രാവിലെ 8 മണിക്ക് 8:30 പ്രാർത്ഥിച്ച് 8:30 കയറി. അപ്പൊ അവിടെ അനിയൻ വന്നിട്ട് എന്റെ ഹസ്ബൻഡിന് ഒരു ചേട്ടനും ഒരു അനിയനും ഒരു അനിയത്തിയുമാണ്. അപ്പൊ അനിയൻ വന്ന് തൊട്ട് മുതല് ചില്ലിമ്മയുടെ മകന്റെ കടയുണ്ട്, അവിടെ നിൽക്കുകയാണ്, വീട്ടിലേക്ക് ഇറങ്ങി വരുന്നില്ല. അവൻ പറയണം, കട്ട രാഹുകാലത്തിനാണ് ഇവര് ഭക്തി കുറെ കൂടിപ്പോയി, കട്ട രാഹുകാലത്തിന് ഇവര് വീട്ടിൽ കയറാൻ പോവാണ്, ആ രാഹുകാലം കഴിഞ്ഞല്ലാതെ ഞാൻ അങ്ങോട്ട് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നു. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ സമയത്ത് തന്നെ രാഹുകാലം കഴിഞ്ഞിട്ടേ അത് കയറാവൂ എന്ന് പ്രത്യേകം കർശനമായിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ തന്നെ കയറണം, ഇതാണ് നല്ല സമയം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കയറി. പക്ഷെ പിന്നത്തേതിൽ അവര് ഓരോ വിഷമങ്ങൾ വരുമ്പോഴും ഞങ്ങൾക്ക് ആ വീട് പൂർത്തിയാകുന്നില്ല, പിന്നെ കടമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് പറയും, അത് എങ്ങനെ ഒരു ജനനം വരും, ഒരു വളർച്ച എങ്ങനെ ഉണ്ടാകും, രാഹുകാലത്തിനല്ലേ കയറിയത് എന്നൊക്കെ അവർ പറയുമായിരുന്നു. പക്ഷെ അത് അവരുടെ വിശ്വാസമാണ്. അതുപോലെ ഇത്തിരി ആക്സിഡന്റ് ആയപ്പോ ചോദിച്ചു, വീണപ്പോ അവിടെ അടുത്തൊന്നും യേശു ഇല്ലായിരുന്നു താങ്ങാൻ. അപ്പൊ എനിക്ക് അവരോട് പറയാനൊരു അവസരം കിട്ടി. ഞാൻ പറഞ്ഞത് ഈ പൊന്മുടി ഭാഗമാണ്, നെടുമങ്ങാട് പൊന്മുടി ഭാഗത്ത് ഒരു ആക്സിഡന്റ് പെട്ടു, കാലിലൊക്കെ പരിക്ക് വന്നു. അപ്പോ ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ട് യേശു അടുത്തുണ്ടായിരുന്നോണ്ടാണ്, അല്ലെങ്കിൽ അനിയനെ ഈ രൂപത്തിൽ കിട്ടത്തില്ല, തൊട്ടടുത്ത് വലിയ കൊക്കയായിരുന്നു എന്ന് പുള്ളി പറഞ്ഞു. ആ കൊക്കയിൽ പോയി അരിച്ചു വാരി എടുക്കേണ്ടി വരുമെന്ന്, അരിച്ചെടുക്കാൻ പോലും കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം യേശു തന്നെയാണ് അടുത്തുണ്ടായിരുന്നത്, താങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പൊ തർക്കിക്കാനൊന്നും അവരോട് പോകാറില്ല. പക്ഷെ ഞങ്ങൾക്കെതിരെ ഇത്തിരി മന്ത്രവാദങ്ങളും ഇത്തിരി പ്രശ്നങ്ങളും പൂജകളും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തകർന്നു പോകാതെ ഞങ്ങൾ നിർത്തി. ഈ അടുത്ത സമയത്ത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയ, ഞങ്ങളുടെ വസ്തുവിന്റെ തൊട്ട് മേലായിട്ട് ഞങ്ങളുടെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തു പോർഷൻ വല്യച്ഛൻ വിറ്റതാണ്. അതൊരു ഹിന്ദു വാങ്ങിയിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിയാനായിട്ട് അദ്ദേഹം ആരംഭിച്ചു. പക്ഷേ കെട്ടിടം പണിതതേ ഉള്ളൂ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ആ വസ്തുവിൽ അത് അവിടെ വരത്തില്ല, അവിടെ ഒരു ആരാധന വരുമെന്ന് പറഞ്ഞു. ആരാധന വരും, അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്ന ദൈവം കാണിച്ചു. പക്ഷെ അത് ദൈവകൃപയാൽ കഴിഞ്ഞ മാസത്തിൽ അത് നടക്കാനിടയായി. ഞങ്ങള് ആ വ്യക്തിയിൽ നിന്ന് ഒരു ക്രിസ്തീയ കുടുംബം വാങ്ങി ഞങ്ങളുമായിട്ട് കൂട്ടായ്മയുടെ കുടുംബമാണ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ ആ കുട്ടിയോട് അത് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ദൈവം കാണിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് അത് ഓർമ്മിച്ചിട്ട് അവൾ വിളിച്ചു പറഞ്ഞു, ചേച്ചി കണ്ട ദർശന പ്രകാരം ആ വസ്തുവിൽ ഇങ്ങനെ നടക്കാൻ പോവുകയാണ്. ആ ക്ഷേത്രം വരുന്ന അതേ സ്ഥലത്ത് ഒരു ആരാധന സ്ഥലം വരാനായിട്ട് ദൈവം ഇടയാക്കി. അപ്പോ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങള് എന്റെ നെയ്യാർ ദേശത്തിന് വേണ്ടി ആദ്യമായിട്ട് അവിടെ പോയി വെള്ളിയോഗം നടത്തി, പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കൺവെൻഷനൊക്കെ നടത്തി ഒക്കെ വന്നു. അപ്പൊ അവിടുത്തെ പിള്ളേർ പറയും, ചേച്ചിയാണ് വിശ്വാസത്തിലും ആരംഭിച്ചത്, പിന്നെ ശുശ്രൂഷയിലും ആരംഭിച്ചു, ഞങ്ങൾ അത് ഏറ്റെടുത്തോളാം. ഇന്ന് ആ ദേശത്തിലൊക്കെ ഒത്തിരി ആരാധനകളും കാര്യങ്ങളുമായി നാട്ടുകാരൊക്കെ പറയും, ആരംഭിച്ചത് ഇന്നാരാണെന്ന് പറയും. അപ്പൊ അതൊക്കെ ഒരു വലിയ സന്തോഷം. നേരെ ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും ഒത്തിരി ആത്മാക്കളെ നേടാനായിട്ടൊരു ഭാഗ്യം ദൈവം തന്നു. ഞാൻ ഇന്ന് ആരംഭിക്കുമ്പോൾ പാസ്റ്ററോട് ചോദിച്ചത്, പാസ്റ്റർ എവിടെയാണ്, ഗുജറാത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബത്തിനോട് ചേർന്നൊരു സാക്ഷ്യത്തിന്റെ അവസരം കൂടെ കിട്ടിയത് വലിയ സന്തോഷമുണ്ട്. പറഞ്ഞത് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നി പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്, വളരെ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങളും സന്തോഷങ്ങളും ദൈവം തന്നിട്ടുണ്ട്, നടത്തുന്നുണ്ട്. അപ്പനെയോ അമ്മയോ വീടോ സഹോദരങ്ങളെയോ മക്കളെയോ ഒക്കെ എന്റെ നാമത്തിൽ ഉപേക്ഷിച്ചാൽ 100 മടങ്ങ് ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് പ്ലസ് ദൈവരാജ്യം തരാമെന്ന് പറഞ്ഞു. നിശ്ചയമായും അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ പോയാലും അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളെയും ഒക്കെ ദൈവം തന്നിരിക്കുന്നു. അപ്പൊ മക്കളെ പിരിച്ചതിന്റെ വേദനയൊക്കെ ഉണ്ടാകുന്നു ചോദിച്ചാൽ ഉണ്ടാകുന്നുണ്ട്. കുഞ്ഞുപ്രായത്തിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് കരൾ തകർന്ന് കരഞ്ഞിട്ടുണ്ട്. അവരെ വിളിക്കാനായിട്ട് കിട്ടുന്ന ഒരു അല്പസമയം
സിഗ്നൽ ഇല്ലാതെ വളരെ ദൂരെ യാത്ര ചെയ്ത് പോയിട്ട് ഫോൺ കണക്ഷൻ കിട്ടാതെ ഒക്കെ കരഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ അവിടെ കരയും, ഞങ്ങൾ ഇവിടെ കരയും, അങ്ങനെയൊക്കെയാണ് ഒരു ഹോസ്റ്റലിൽ വളർന്നത്. അവർക്കൊരാഗ്രഹം, ഞങ്ങൾക്കും ആഗ്രഹമായിരുന്നു. കുഞ്ഞുപ്രായത്തിൽ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയാൻ പറ്റിയില്ല. വളർന്നു കഴിഞ്ഞു അവരിപ്പോ പറയുന്നത് അവരെ കുഞ്ഞുങ്ങളുമായിട്ടെങ്കിലും ഒരുമിച്ച് കഴിയുന്നില്ല, തിരിച്ചു പോരുന്നെന്നുള്ളതാണ്. മക്കളെ ഉപേക്ഷിച്ചതിനേക്കാൾ പ്രയാസം കുഞ്ഞുമക്കളെ വിട്ടിട്ട് പോരുമ്പോ തോന്നിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ അമ്മയോടൊക്കെ ഭയങ്കര സെന്റിമെന്റൽ, ഭയങ്കരമായൊരു അഫെക്ഷൻ ആയിരുന്നു എനിക്ക്. അപ്പൊ എന്റെ സെന്റിമെന്റൽ തലത്തിലൊക്കെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവരുടെ സ്നേഹത്തിന് ഭയങ്കരമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവിൽ മാത്രം ആശ്രയിക്കാനായിട്ട് കർത്താവ് എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. ഇന്നും അങ്ങനെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, എവിടെയൊക്കെ തകർക്കപ്പെട്ടോ, ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പൈശാചികമായ അറ്റാക്കുകൾ, അത് മാനസികമായി തകർക്കുന്ന, ശാരീരികമായി തകർക്കുന്ന, സാമ്പത്തികമായി തകർക്കുന്ന, ഫിസിക്കലി നമ്മളെ തകർക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ ഒരു വലിയ കരുതൽ അനുഭവിക്കാനായിട്ട് ഭയങ്കരമായിട്ടൊരു നടത്തിപ്പ് ദൈവം അപ്പൊ തന്നെ നമ്മളെ ധൈര്യപ്പെടുത്താനായിട്ട് മറുവശത്ത് നമുക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ക്രിസ്തീയ ജീവിതം ഞാൻ അറിയാതെ ഇതിനകത്ത് ഇറങ്ങിയതാണ്. ഞാൻ ശബരിമല പോയി വിശേഷം പറയാനാണ് എഴുന്നേറ്റ് നിന്നത്. പക്ഷെ എന്നെ പലയിടങ്ങളിൽ ദൈവം നിർത്തുന്നു. പക്ഷെ അതിനകത്തൊക്കെ ദൈവത്തിന്റെ കരുതലും കാവലും ഞാൻ അനുഭവിക്കുന്നു. എങ്ങനെ പറയണം എനിക്കറിയില്ല, എത്ര നന്ദി പറയണം എനിക്കറിയില്ല. എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഞാനല്ല ചെയ്യുന്നത്, ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ അറിയാത്ത ഭാഷകളിലും ദേശങ്ങളിലും ദൈവം നടത്തുന്നു. സാധാരണ പുരുഷന്മാർ മുമ്പിൽ നിൽക്കണം, ഭാര്യ പിന്നിൽ നിന്ന് ചെയ്യണം, ഇതാണ് എന്റെയും ആഗ്രഹം. പക്ഷെ പലപ്പോഴും ശുശ്രൂഷൻ മുൻപിൽ നിൽക്കേണ്ടി വരുന്നു. അതിൻ്റെതായ ആക്ഷേപങ്ങൾ ഇത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും എന്റെ മുൻപിൽ കർത്താവ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ വിഷയങ്ങളിൽ ദൈവം നേരിട്ട് ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ പ്രതികരിച്ച സ്ഥലങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ മിണ്ടാതിരുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിന്റെ പ്രതികരണങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ കരയാനല്ലാതെ, നന്ദിയോടെ കരയാനല്ലാതെ മറ്റൊന്നിനും പറ്റിയിട്ടില്ല. കാരണം എന്റെ ശക്തി കൊണ്ട് ഞാൻ എതിർക്കാൻ നോക്കിയതോ, എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ പറയാൻ നോക്കിയ കാര്യങ്ങൾ പരാജയപ്പെട്ട സ്ഥലത്ത് ഞാൻ അല്പം മൗനമായപ്പോൾ ദൈവം എനിക്ക് വേണ്ടി കരുതിയ വിധങ്ങളെയൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായ ആളത്വമായി പിശാച് വാദിച്ചിട്ടുണ്ട്. ഈ കാലുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടത്തില്ലെന്ന് പിശാച് വാദിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം അനേക സ്ഥലങ്ങളിൽ ഓടിക്കാൻ ദൈവം ഓടാനായിട്ട് കർത്താവ് കൃപ തന്നു. നമ്മൾ ഒരാളിനെ വിളിക്കുമ്പോൾ നമ്മൾ എവിടെ വരെ പോകും, എന്തൊക്കെയാകും, കർത്താവിനായിട്ട് എന്തൊക്കെ സഹിക്കും, ഇതെല്ലാം ചാർട്ട് ചെയ്തിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഇതിനകത്ത് കടക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ അനുഭവത്തിൽ എൻ്റെ അമ്മ പാടുന്ന ഈ പാട്ട് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ഈ പാട്ട് ഞങ്ങൾ പാടുമായിരുന്നു. എപ്പോഴും ഞങ്ങൾ ആ പാട്ട് പാടും, ആഴങ്ങൾ തേടുന്ന ദൈവം. അതിന് പിന്നെ വേറൊരു പാട്ട്, അതിന്റെ തന്നെയല്ലേ, ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിന് നടുവിൽ, നിൻവിളി കേട്ട് പിൻവരുവാൻ, യാഹേനിയൻ ദൈവം. ഇത് ഞാൻ പാടുന്നത് ഇതിന്റെ ആഴവും നീളവും വീതിയൊന്നും അറിയാത്ത സമയത്ത് ദൈവം എന്നെ വിളിച്ചു. പക്ഷെ ഒന്നും അറിയാതെ ഇറങ്ങി. പക്ഷെ ആഴങ്ങളിലോട്ട് പോകും തോറും ഭയം തോന്നിയിട്ടില്ല എന്നുള്ളത് ദൈവ സാന്നിധ്യം കൂടെയുണ്ട് എന്നുള്ളതിന്റെ ഉത്തമമായ ഉദാഹരണമാണ്, ഉത്തമമായ ഒരു ക്രമീകരണമാണ് ദൈവത്തിന്. ഭയപ്പെട്ടു പോയാൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ഭയം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. അതുകൊണ്ടല്ലേ ജോഷിയോടൊക്കെ ജോഷിയോട് പറഞ്ഞു ഡോണ്ട് ബി പാനിക് ആൻഡ് ബി സ്ട്രോങ്. അത് പറയണമെങ്കിൽ പാനിക് ആകേണ്ട സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം വരുമെന്നുള്ളതാണ്. പക്ഷെ അതിനു മുൻപ് അഡ്വാൻസ് ആയിട്ടൊരു ധൈര്യം ദൈവം തരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ചില വർഷങ്ങൾക്കും ഞങ്ങളോട് കൂടെ പ്രവർത്തിച്ച ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരു സഹോദരനെ ഛത്തീസ്ഗഡിൽ വെടിവെച്ച് കൊന്നു. അന്ന് ആ കൂട്ടായ്മയിൽ എല്ലാ ശുശ്രൂഷകരും വിശ്വാസികളും തളർന്നിരിക്കുമ്പോൾ പലരും ഫോൺ വിളിച്ച് പറഞ്ഞു നേരിട്ട് പോയി അവിടെ പോയി പ്രത്യക്ഷപ്പെടരുത്. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു പോകണം. പോയിട്ട് പറയേണ്ട വചനം കൂടെ ദൈവാത്മാവ് തന്നു അവരെ ധൈര്യപ്പെടുത്താൻ. ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പം അവിടെ ആയിരുന്ന ശുശ്രൂഷകരും വിശ്വാസികളും എല്ലാം ധൈര്യപ്പെട്ടു. കാരണം അത്രയ്ക്ക് അവര് നടത്തിക്കൊണ്ടിരുന്ന ഒരു പാസ്റ്ററാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അനേകരെ ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ പ്രയാസങ്ങളിലൂടെ പോകണം. പ്രാക്ടിക്കലി നമ്മൾ ചില അനുഭവങ്ങളിലൂടെ പോയില്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ വരുന്നവർക്ക് നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾക്ക് റിസോഴ്സസ് വേണം. നമുക്ക് വിതയ്ക്കണമെങ്കിൽ വിത്ത് വേണം, നമുക്ക് പണിയണമെങ്കിൽ റിസോഴ്സസ് വേണം.
അപ്പൊ അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന അനുഭവങ്ങൾ എന്നെ നടത്തിയ യോസേഫിന്റെ ചരിത്രം, യോസേഫിനെ പോലെ എന്നെ വിളിച്ചു എന്ന് ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷയിൽ ഇരമ്യാവിനെ പോലെ വിളിച്ചു എന്ന് ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്. ഇരമ്യാവിന്റെ അനുഭവങ്ങൾ ഞാൻ എന്റെ ശുശ്രൂഷയിൽ പലയിടത്തും നന്മ ചെയ്യുകയും ഒത്തിരി നല്ല കാര്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ദിക്കപ്പെട്ട് പ്രയാസപ്പെട്ടു പോകുമ്പോൾ വളരെ മാനസികമായി തളർന്നിട്ടുണ്ട്. പക്ഷെ തമ്പുരാൻ എന്നോട് ചോദിച്ചു, നന്മ ചെയ്തിട്ട് നീ തിന്മ അനുഭവിക്കുന്നെങ്കിൽ സന്തോഷിക്കാൻ ഞാൻ പറഞ്ഞിട്ട് എന്നാ സന്തോഷം വരാത്തത്? പലപ്പോഴും അത് വരാതിരുന്നിട്ടുണ്ട്. പക്ഷെ ഓരോ അനുഭവങ്ങളിലൂടെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് കർത്താവ് വിളിച്ചിട്ട് നമ്മൾ മുൻപോട്ട് ഇറങ്ങിയെന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തനായി മുൻപോട്ട് നടത്തും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വസ്തത കൊണ്ടല്ല, എൻ്റെ കുടുംബത്തിന്റെ വിശ്വസ്തത കൊണ്ടല്ല, ഞങ്ങളുടെ ആരുടെയും ഒരു മേന്മയും കൊണ്ടല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ കൊണ്ടല്ല, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് അവന്റെ മഹത്വത്തിൽ അവൻ വിളിച്ചു, ആ മഹത്വത്തിൽ ദൈവം നടത്തുന്നു. ഞങ്ങൾ അറിയാത്ത ഒത്തിരി ആളുകളുടെ പ്രാർത്ഥനകളും സഹായങ്ങളും ഞങ്ങളെ നിലനിർത്തിയിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ അറിയാത്ത ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്നത്, ഇതുവരെ നിർത്തിയത്. ഇനി നിർത്തുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അനുഭവങ്ങളിൽ പലപ്പോഴും ക്ഷീണിതരായ ആക്സിഡന്റിലൊക്കെ കൺമുൻപിൽ ആക്സിഡന്റിൽ മരിച്ചു പോകും എന്ന് കാണിച്ചിട്ടുണ്ട്, വീട്ടിൽ മരണം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു. എൻ്റെ ഭർത്താവ് മരിച്ചു പോകുന്ന കാഴ്ച എന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ മരണത്തിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് നീക്കുപോക്ക് ദൈവം തന്നു. ഇന്ന് എനിക്കൊരു കൂട്ടിന് ഏത് ഗ്രാമത്തിൽ എവിടെയും ഏത് രാത്രിയും പോകാൻ എനിക്ക് കൂട്ടിനായിട്ട് എനിക്ക് തന്നിരിക്കുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചു പോകും എന്ന് കാണിച്ച സ്ഥാനത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കുക, അല്ലാതെ മറ്റൊന്നുമല്ല. തമ്പുരാന്റെ ഇഷ്ടം എവിടെ മരിക്കണം, എപ്പോൾ, എങ്ങനെ ആയിരിക്കണം, കർത്താവിനായിട്ട് പ്രയോജനപ്പെട്ടിട്ട് മരിക്കണം. ദൈവം കാണിച്ചു തന്നൊരു ഒരു ഗ്രാമത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുപോയി. അതിനും ചില വർഷങ്ങൾ 1-2 വർഷത്തിന് മുൻപ് ഞങ്ങളെ ആന്ധ്രയിൽ കൊണ്ടുവന്നു. പക്ഷെ പല കാര്യങ്ങൾ പഠിപ്പിച്ച് പല അനുഭവങ്ങളിലൂടെ യഥാർത്ഥമായി ദൈവം തന്ന ദർശനമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി ദൈവം നടത്തി. എന്നെ വളർത്തിയ എൻ്റെ ആത്മീയ പിതാവ്, എന്നെ ശുശ്രൂഷയിൽ വളർത്തിയ, എന്നെ വിശ്വാസത്തിൽ വളർത്തിയ ആത്മീയ പിതാവ്, അദ്ദേഹം ഒരു CSI പാരമ്പര്യത്തിൽ ഒരു തളിക്കൽ സ്ഥാനമൊക്കെ കഴിഞ്ഞ്, എന്നാൽ അതിലുപരി അദ്ദേഹം ആത്മീയ ദർശനത്തോടെ വളരെ ആത്മദാഹത്തോടെ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ജന്മനാൽ കണ്ണിന് കാഴ്ചയില്ല. 75-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് വയറിനകത്തൊരു മുഴ വന്നിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ട് നാളെ സർജറി നടക്കേണ്ടതാണ്. പക്ഷെ തൊഴുക്കൽ സഭയിൽ അദ്ദേഹം 2 കണ്ണിന് കാഴ്ചയില്ലാത്ത പിതാവ് 28 വർഷം സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹം ബൈബിൾ നമ്മളെ കൊണ്ട് വായിപ്പിച്ച് അദ്ദേഹം പഠിക്കും. അപ്പൊ ഞാൻ വേദപുസ്തകം പഠിച്ചത് അങ്ങനെയാണ്. എൻ്റെ ആത്മീയ പിതാവിന് ബൈബിൾ വായിച്ചു കൊടുക്കും. അദ്ദേഹം പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയണം, അദ്ദേഹത്തിന് മുമ്പ് അല്ലാണ്ട് ഒരു മത്സരിച്ച് പഠിക്കും. അപ്പൊ ഞങ്ങൾ വേറെ പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാരെക്കാളും മുമ്പ് വാക്യം പറയണം എനിക്ക്. അതുകൊണ്ട് ഞാൻ ആദ്യം വാക്യം പറയും. അപ്പോ റെഫറൻസ് മാറ്റി വെച്ചിട്ട് ഞാൻ വാക്യം പഠിക്കും. അപ്പൊ അപ്പച്ചൻ എന്നോട് പറയും, നീ റെഫറൻസ് പഠിച്ച് ഭാഗം പഠിച്ച് വചനം പറയണം. അപ്പൊ ഞാൻ പറയാം, അപ്പൊ ഞാൻ തോറ്റു പോകും, ഞാൻ പിറകിലായി പോകുന്നുണ്ട്, എനിക്ക് ആദ്യം പറയണം. അവിടെ ഞാൻ റെഫറൻസ് മാറ്റി വയ്ക്കും. അപ്പോ അപ്പച്ചൻ പറയും, നീ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. പക്ഷെ പിന്നത്തേതിൽ ഞാൻ പറഞ്ഞു, അപ്പച്ചനുള്ളിടത്തോളം എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടില്ല. അപ്പച്ചൻ ഇന്ന വാക്യം എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പച്ചൻ അപ്പം പറഞ്ഞു തരും. ബൈബിൾ ഏത് ഭാഗത്ത് എന്തുണ്ട്, എപ്പോ വേണം, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കൃത്യമായിട്ട് അതിന്റെ റെഫറൻസ് അപ്പച്ചൻ പറഞ്ഞു തരും. എന്നാൽ എൻ്റെ വാർദ്ധക്യ പിതാവ് എനിക്ക് എൻ്റെ ആത്മീയ പിതാവും ഗുരുവും ഒക്കെയാണ്. അദ്ദേഹം എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ തുല്യനായി. 75-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് രോഗം വന്നപ്പോൾ, അന്ന് എൻ്റെ മകൾക്ക് 2 വയസ്സാണ്. എൻ്റെ കുഞ്ഞിനെ അമ്മയുടെ അടുക്കലാക്കിയിട്ട് ഞങ്ങള് രണ്ടുപേരും ഹോസ്പിറ്റലിൽ അപ്പച്ചനെ ശുശ്രൂഷിച്ചു. തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ അപ്പച്ചന് ധാരാളം ആത്മീയ മക്കളുണ്ട്, ശിഷ്യന്മാരുണ്ട്, സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്. അതിലൊരു ഡോക്ടർ, വെല്ലൂരിൽ ഡോക്ടറായിരിക്കുന്നു, ഡോക്ടർ ജോൺ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ചികിത്സിക്കേണ്ട, നേരെ വെല്ലൂർ കൊണ്ടുപോകാൻ. എൻ്റെ 2 വയസ്സായ കുഞ്ഞിനെ അമ്മയുടെ അടുത്താക്കിയിട്ട് തൽക്കാലത്തേക്ക് പോയി. ഞാൻ അവിടെ നേരെ വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി 3 മാസത്തോളം അപ്പച്ചനോടൊപ്പം അവിടെയായിരുന്നു. ഇതിനിടയിൽ അപ്പച്ചന്റെ സർജറി കഴിഞ്ഞു. തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ 1 മാസവും ചെക്കപ്പിൽ ക്യാൻസർ ആണെന്ന് തെളിഞ്ഞതാണ്. അതേ റിസൾട്ട് വെച്ചിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. അവർ വേറെ വീണ്ടും 1 മാസം അവർ ചെക്കപ്പ് നടത്തി. എല്ലാ ചെക്കപ്പിലും വെല്ലൂരിലും ക്യാൻസർ എന്നാണ് തെളിഞ്ഞത്. എന്നാൽ സർജറി കഴിയുമ്പോൾ ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, ഡോക്ടർ അകത്ത് കയറി പോയി കണ്ടിട്ട് വെളിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു,
ഞങ്ങളൊക്കെ ഒരു സമയത്ത് വിഷമിച്ചിട്ടുണ്ട്. ഈ പ്രസംഗർക്ക് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, കുടുംബമില്ല, മക്കളില്ല, ഒരു അസുഖമൊക്കെ വന്നാൽ ആര് നോക്കുമെന്നൊക്കെ ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്. ഇന്ന് എനിക്ക് അസൂയ തോന്നുകയാണ്. ചേട്ടന് ഇത്രയും നന്നായിട്ട് 8 വയസ്സായ മോളെ കളഞ്ഞിട്ട് ലത വന്ന് ഇങ്ങനെ ശുശ്രൂഷിക്കുന്നെങ്കിൽ, ഞങ്ങൾക്ക് മക്കളുണ്ട്, സ്വന്തം മക്കൾ പോലും ഇത്രയും നോക്കാറില്ല. അതുകൊണ്ട് ലത ഇത്രയും കഷ്ടപ്പെട്ടതിന് 2 വർഷം ജീവിച്ചാൽ ഏറ്റവും നേട്ടമാണ്. പക്ഷെ അന്ന് അവല്ലൂർ ഹോസ്പിറ്റലിന്റെ ICU ഫ്രണ്ടിൽ വെച്ച് ദൈവാത്മാവ് എനിക്ക് 15 എന്ന് കാണിച്ചു. ഞാന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് എന്റെ ആത്മീയ പിതാവാണ്, എനിക്ക് ശുശ്രൂഷയ്ക്ക് ഒരു ബലമാണ്, പിതാവ് ഉണ്ടെങ്കിൽ എനിക്ക് വലിയ ധൈര്യമാണ്. 15 വർഷം അദ്ദേഹം പിന്നെയും ജീവിച്ചു. പ്രിയമുള്ളവർ, 75-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന് കൊളോസ്റ്റമി ബാഗ് വെച്ച പിതാവ് 15 വർഷം ജീവിച്ചു. എന്നെ ദൈവം കാണിച്ച 15 വർഷം അദ്ദേഹം ജീവിച്ചു. 15 വർഷം കൊണ്ട് അദ്ദേഹം 1 കോടി രൂപ അദ്ദേഹത്തിന്റെ വെൽവിഷേഴ്സിന്റെ നിന്ന് പിരിച്ച് കളക്ട് ചെയ്ത് വിധവമാർ, അതിനു മുൻപ് അദ്ദേഹം ചെയ്യുന്ന അതാണ്, ആരും അറിയാത്ത ഒരു ശുശ്രൂഷ. വിധവമാരുടെ മക്കളുടെ വിവാഹം, വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുന്ന, എല്ലാവർക്കും കുറേശ്ശെ വരിയിടും. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ സഹായിക്കും. 5 പൈസ പോലും അതിൽ അവിശ്വസ്തത കാണിക്കാതെ ഏത് പ്രോജക്റ്റിന് വേണ്ടി ചെയ്യുന്ന അത് ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സർജറിക്ക് ശേഷം 2 വർഷം കൊളോസ്റ്റമി ബാഗുമായിട്ട് രോഗിയായി കിടക്കേണ്ട മനുഷ്യൻ എഴുന്നേറ്റ് നടന്ന് 15 വർഷം അദ്ദേഹം ജീവിച്ചു എന്ന് മാത്രമല്ല, 1 കോടി രൂപയുടെ ബഡ്ജറ്റ് പൂർത്തിയാക്കി അദ്ദേഹം പലരെ ആയിട്ട് വീട് വെച്ച് വിവാഹം നടത്തി കൊടുത്തുമൊക്കെ സഹായിച്ചു. എന്നാൽ 90-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു 8-9 മാസത്തോളം കിടരോഗിയായി പോയി. കൊളോസ്റ്റമി ബാഗ് വെച്ചുകൊണ്ട് 15 വർഷം ഒരു മനുഷ്യൻ നടക്കുക, അത് രണ്ടിനും കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യൻ, അദ്ദേഹത്തെ കുളിപ്പിക്കാനും മറ്റു കാര്യത്തിനും വേറെ ആളുടെ സഹായം വേണ്ടതാണ്. പക്ഷെ 14 വർഷവും ഞാൻ ഒരു 3-4 മാസം, കുറച്ച് മാസങ്ങൾ ബുദ്ധിമുട്ടിയെങ്കിലും 14 വർഷത്തിൽ 13 വർഷവും അദ്ദേഹം ആരെയും ബുദ്ധിമുട്ടിക്കാതെ അദ്ദേഹം സ്വന്തമായിട്ട് നടന്നു. ബാഗൊക്കെ തനിയെ തന്നെ കഴുകിയെല്ലാം നടന്നു. പക്ഷെ പിന്നെ ഒരു 9-10 മാസത്തോളം അദ്ദേഹം കിടന്നു. പ്രിയമുള്ളവരെ, സ്വന്തം മക്കൾ പോലും ഇന്ന് ശുശ്രൂഷിക്കാൻ മടിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനെ ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരാനിടയായി. എൻ്റെ ഭർത്താവ്, എനിക്ക് വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, എൻ്റെ മക്കളും ഭർത്താവും ഒക്കെ എങ്ങനെ അത് ഉൾക്കൊള്ളുമെന്നൊക്കെ. കുഞ്ഞുങ്ങളും ഹോസ്റ്റലിലൊക്കെ ആയിരുന്നിട്ട് എൻ്റെ മോൻ വീട്ടിൽ വന്ന സമയമാണ്. പക്ഷെ അവനും നന്നായിട്ട് സഹകരിച്ചു. അച്ഛന് വലിയ ആശ്വാസമായിരുന്നു. എൻ്റെ ഭർത്താവ് ഈ കൊളോസ്റ്റമി ബാഗ് 15 വർഷം കൊണ്ട് ഈ വയറിന്റെ താഴോട്ടുള്ള ഭാഗമെല്ലാം മരവിച്ചു പോയിട്ട് അദ്ദേഹം ഇങ്ങനെ വലിക്കും, ആ ബാഗ് ലീക്കാകും, വസ്ത്രത്തിലൊക്കെ ആകും. ഒരു ദിവസം 5-6 പ്രാവശ്യം ചുടുവെള്ളത്തിൽ കുളിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഈ ബാഗ് മാറ്റണം. മലദ്വാരത്തിൽ ആണെങ്കിൽ അങ്ങ് കഴുകിയാൽ മതിയല്ലോ. ഈ ക്ലിപ്പൊക്കെ മാറ്റി ഇതെല്ലാം വൃത്തിയാക്കി വേറെ വെച്ച് ആ ക്ലിപ്പൊക്കെ കഴുകി എൻ്റെ ഭർത്താവ്, അദ്ദേഹം മരിച്ചു പോകും എന്ന് വിധി എഴുതിയ സ്ഥലത്ത് എൻ്റെ ഭർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നത് ഒരു ഭക്തനായ മനുഷ്യനെ ശുശ്രൂഷിച്ചതിന്റെ പ്രതിഫലമായിട്ട് ദൈവം അദ്ദേഹത്തിന് ആയുസ്സ് നീട്ടി തന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യാതൊരു മടിയുമില്ലാതെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. പ്രിയ പിതാവിനെ ശുശ്രൂഷിച്ചു. അദ്ദേഹം പറയും, അവസാന സമയത്ത് അദ്ദേഹം പറയും, എന്നെ ദൈവം ഏൽപ്പിച്ച എല്ലാ ജോലിയും ഞാൻ ചെയ്തു തീർത്തു, എന്റെ മരണത്തിന് വിട്ടുകൊടുക്കാതെ, മോളെ, നിങ്ങൾ ഇത്രയും സ്നേഹിച്ച് ശുശ്രൂഷിക്കുന്നതുകൊണ്ടാണ് ദൈവം എന്നെ വിളിക്കാത്തത്. നിങ്ങൾ പറഞ്ഞാലേ അപ്പൻ എന്നെ വിളിക്കൂ. ഞാൻ മരണം കാത്തിരിക്കുകയാണ് അപ്പൻ. എന്നിട്ട് അദ്ദേഹം മരിക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന, അപ്പ മതിയപ്പ, ഇനി എനിക്ക് വിശ്രമിക്കണം, അന്ത്യകാലത്തിൽ എന്റെ ഓഹരി പ്രാപിക്കോളം എനിക്ക് വിശ്രമം താ അപ്പ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം മാസങ്ങൾക്ക് മുൻപ് അങ്ങനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം വിചാരിക്കുന്നത് ഞാനിപ്പോ ഉടനെ മരിക്കുമെന്ന്. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ദൈവം എനിക്കൊരു ദർശനം തന്നു. അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞു, ദൈവത്തിന്റെ നീതിയെ പരീക്ഷിക്കരുത് എന്നൊരു വാക്ക് ദൈവം എന്നോട് പറഞ്ഞു. രാത്രിയിലാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ഉറങ്ങി. ഞാനൊരു ദർശനം കാണുന്നു. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു സ്നാനക്കുളം ഇങ്ങനെ വെട്ടുന്നു. ആ സ്നാനക്കുളത്തിലേക്ക് പൈപ്പിൽ നിന്ന് വെള്ളം റോഡിൽ നിന്ന് ഇങ്ങനെ നിറയ്ക്കുന്നതായിട്ട് കാണും. അപ്പൊ രാവിലെ ഞാൻ എഴുന്നേറ്റു, അപ്പച്ചനോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ദർശനം കണ്ടു. അപ്പൊ അപ്പച്ചനും ഞാനുമായിട്ട് എപ്പോഴും ഡിസ്കഷനാണ്. അപ്പച്ചൻ വീട്ടിൽ കിടപ്പായ മാസം, ഞങ്ങൾ അന്ന് നാട്ടിൽ, പിന്നെ ഞങ്ങൾ ഒരു ട്രൈബൽ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുകയാണ്. അന്ന് ഞങ്ങൾ CSI നിൽക്കുവാണ്. 2014-15 പൂർണ്ണമായിട്ട് അത് വിട്ടിട്ട് സ്വതന്ത്രമായ ശുശ്രൂഷയിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടുന്ന് പോയിട്ട് നാട്ടിൽ ഞങ്ങൾ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോഴാണ് ഞായറാഴ്ച ദിവസം ഹസ്ബൻഡ് മാത്രം പോകുന്നു.
ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്നില്ല. ഞാൻ വുമൺ വർക്കറായിട്ട് 28 പള്ളികളുടെ ചുമതലയുണ്ട്. പക്ഷെ എൻ്റെ ഈ വാർദ്ധക്യ പിതാവിനെ ശുശ്രൂഷിക്കുന്നതാണ് ഇപ്പോൾ എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് വെച്ചിട്ട് ഞങ്ങള് ഞാൻ അപ്പച്ചൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ മോനും ഞാനും. അപ്പച്ചൻ ഒരു ആരാധന മുടക്കാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ പാടി ആരാധിച്ച അപ്പച്ചൻ വചനം പറയും. അങ്ങനെ അപ്പൊ സ്നാനത്തിന്റെ വിഷയം ഇങ്ങനെ വരും. അപ്പച്ചൻ അപ്പൊ പറയും, നീ ആവശ്യമില്ലാതെ പോയി സ്നാനപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്, ആക്സിഡന്റ് ഒക്കെ വന്നതെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കൽ അപ്പച്ചൻ പറയും, എനിക്ക് കണ്ണു കാഴ്ചയില്ലാത്ത മറ്റൊരു സഹോദരി ഉണ്ടായിരുന്നു. അവള് മരിക്കുമ്പോൾ പകലിലും പ്രഭാരാജ്യത്തെ ദൂരവിശ്വാസത്താൽ കാണുന്നതെന്ന് പാടിക്കൊണ്ടാണ് മരിച്ചത്. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് തന്നൊരു സ്നാനമുണ്ട്, അവര് പോയെടുത്ത് എനിക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ അപ്പച്ചൻ എന്നോട് തർക്കിക്കുമായിരുന്നു. എന്തൊക്കെയാണോ അപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതൊന്നും തീരെ തർക്കിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ ഈ ദർശനം കണ്ട പകലിൽ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കാഴ്ച കണ്ടു, അപ്പച്ചൻ ഇങ്ങനെ മുറ്റത്ത് സ്നാനക്കുളം വെട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അപ്പച്ചൻ കളിയായിട്ട് പറഞ്ഞു, പോയി കഥവ് തുറന്ന് നോക്കുവാളെ. അപ്പൊ ഞാൻ എന്ത് കാര്യം? അത് വെട്ടിയെങ്കിൽ സ്നാനപ്പെടാമെന്ന് ഇങ്ങനെ അപ്പച്ചൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നിട്ട് അന്ന് ഞാൻ അപ്പച്ചനോട് കാലിൽ തൊട്ട് വന്നിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നെ വചനം പഠിപ്പിച്ച് എന്നെ വിശ്വാസത്തിൽ വളർത്തിയ ആളാണ്. അപ്പച്ചൻ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ദൈവം എന്നെ ഒരു ശബ്ദം കേൾപ്പിച്ചു, ദൈവത്തിന്റെ നീതിയെ പരീക്ഷിക്കരുത്. അപ്പൊ ഞങ്ങൾ ആ വചനം എടുത്തു, ഞങ്ങൾ തമ്മിൽ ധ്യാനിച്ചു. യോഹന്നാനോട് യേശു പറയുകയാണ്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാക്കേണ്ടത് നമുക്ക് ആവശ്യം. അപ്പോ ദൈവരാജ്യം എന്നുണ്ടെങ്കിൽ വചനാനുസരണമായിട്ടൊരു സ്നാനവും അതിൻ്റെതായ ക്രമീകരണവും ദൈവത്തിന്റെ വചനം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇല്ലാത്തത് കൊണ്ടാണ് അത് എടുക്കുക എന്ന് പറയാം. അപ്പച്ചൻ പാപി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അപ്പച്ചനെ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാനോ അല്ല. ദൈവവചന പ്രകാരം അപ്പച്ചൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. കർത്താവ് ദൈവരാജ്യം എന്നുണ്ടെങ്കിൽ അപ്പച്ചന് തരാതെ മറ്റാർക്ക് കൊടുക്കും? പക്ഷേ ദൈവം നീതിമാനാണ്. അപ്പൊ ദൈവത്തിന്റെ നീതി പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അപ്പച്ചന് അതിനെ പറയാനായിട്ട് എൻ്റെ ആത്മീയ പിതാവിന് ആത്മാവ് എന്നെ ഉണർത്തിച്ച വചനം പറയാനും അദ്ദേഹത്തെ ഈ ഒരു ആത്മീയ വിഷയത്തിൽ അദ്ദേഹം സ്നാനപ്പെടാനായിട്ട് സമ്മതിച്ചു. പ്രിയമുള്ളവര്, 90-ാമത്തെ വയസ്സിൽ എൻ്റെ ആത്മീയ പിതാവ് അദ്ദേഹത്തിന്റെ പാരമ്പര്യങ്ങളെയൊക്കെ മറന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഞാൻ വചനം പറഞ്ഞു കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന നീ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? പക്ഷെ വചനത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, വചനത്തെ ബഹുമാനിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ പഠിപ്പിക്കലുകളും അദ്ദേഹത്തിന്റെ ത്യാഗവുമാണ് എൻ്റെ ജീവിതം എന്നത് ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. വാർദ്ധക്യ പിതാവിന് സ്നാനം കൊടുക്കാനിടയായി. സ്നാനത്തിനായിട്ടൊരു പാസ്റ്ററോട് പറഞ്ഞു, ആ കാര്യങ്ങൾ ഏർപ്പെടുത്തി. പക്ഷെ പിശാച് ഭയങ്കരമായിട്ട് തർക്കിച്ചു, വാദിച്ചു. രാത്രിയിൽ പറഞ്ഞു, മുക്കുമ്പോ ആ ഭയങ്കരമായി കോരിച്ചൊരിയുന്ന മഴ കാണിച്ചു. ആ മഴയത്ത് ഒഴുക്കിൽപ്പെട്ട് മുങ്ങിയ അപ്പച്ചന്റെ തിരിച്ചെടുക്കാൻ പറ്റിയില്ല, ഒഴുക്കിൽ താണു പോകുന്നതായിട്ട് കാണിച്ചു. പക്ഷെ പിശാച് വാദിച്ചു ഭയങ്കരമായിട്ട്. പക്ഷെ അപ്പച്ചനോട് അപ്പച്ചൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ മഴയേ ഇല്ല. വാസ്തവത്തിൽ ആ സ്നാനത്തിന് നിശ്ചയിച്ചിരുന്ന ദിവസം അതിരാവിലെ ശക്തമായ മഴ തുടങ്ങി. അപ്പച്ചനെ തണുപ്പൊന്നും പറ്റുന്ന ആളല്ല, കഴുകാൻ പോലും ഞങ്ങൾക്ക് ചൂടുവെള്ളമാണ് കൊടുക്കുന്നത്. പക്ഷെ ഭയങ്കരമായി കോരിച്ചൊരിയുന്ന മഴ അന്ന് രാവിലെ പെയ്യാൻ തുടങ്ങി. ആ മഴയത്ത് ഞങ്ങൾക്ക് തൃക്കണ്ണാപുരം മാറ്റും. ഞങ്ങൾ സ്നാനക്കടവിലേക്ക് പോകുമ്പോൾ ആ തൃക്കണ്ണാപുരം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കുത്തി ഒഴുകുന്നു, ഭയങ്കരമായ ഒഴുക്ക്. അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, രാത്രി ഞാൻ ഇങ്ങനെ കണ്ടു, അതുകൊണ്ട് പിശാച് ഭയങ്കരമായിട്ട് വാദിക്കുന്നു അപ്പച്ചൻ. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഒഴുകി പോയാൽ നല്ലതല്ലേ മോളെ, നിനക്ക് ഇനി കുഴി വെട്ടാനും അടക്കാനൊന്നും ചെലവൊന്നും ഇല്ലല്ലോ, അമ്മ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആൾക്കാരെല്ലാം കൂടെ, അപ്പച്ചന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ എന്ത് പറയും? അത് അങ്ങനെയൊന്നും നടക്കൂല. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാലും സ്നാനം നടന്നു. ഒരു അനാരോഗ്യമോ പ്രശ്നങ്ങളോ അപ്പച്ചനില്ല. പക്ഷെ അന്ന് മുതൽ ഞാനായിരുന്ന ആ CSI സഭാവിഭാഗം, എൻ്റെ കുടുംബമാണ്, ആരെയും കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ ദർശനപ്രകാരം അവരായിരിക്കുന്നത്. അതിൽ അനേകർ വിശ്വാസ സ്നാനം ഏറ്റു നിൽക്കുന്നവരാണ്. പക്ഷെ അതുപോലെ എനിക്ക് അവിടെയും വലിയ ഇതൊക്കെ ഉണ്ടായി, ഒറ്റപ്പെടാനിടയായി. ഞാൻ ഒത്തിരി പേരെ ഇങ്ങനെ സ്നാനത്തിനൊക്കെ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായി. അതൊന്നും ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനോ ഒന്നും ചെയ്തതല്ല. ദൈവത്തിന്റെ ആത്മാവ് നടത്തി. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാണല്ലോ ന്യായം. അതുകൊണ്ട് സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, ഉൾക്കൊണ്ടവരെ ഒന്നും മറന്നിട്ടല്ല.
അതിലുപരി എനിക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവിനെ അനുസരിക്കാനും കർത്താവിന്റെ വചനത്തിൽ നിൽക്കാനും കർത്താവിന്റെ വചനത്തിന് വേണ്ടി മറ്റുള്ളവരെ ഒരുക്കാനും ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. അത് ആര് എതിർക്കുന്നു, ആര് കൂടെ നിൽക്കുന്നു, അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ എല്ലാവരെയും കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം സ്നേഹിക്കുവാനും എല്ലാവരെയും ഓർക്കാനും അവരോടുള്ള നന്ദി എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ അതിലുപരി പ്രാണനെ തന്ന കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിക്കാനല്ലല്ലോ ദൈവം നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിതകാലം മുഴുവനും മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബവും അങ്ങനെ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം മാത്രമേ എൻ്റെ മക്കളെ കുറിച്ചും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അവർ സത്യത്തിൽ നടക്കണം. ഈ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് തലമുറകൾ വിശ്വസ്തയോടെ നിൽക്കണം. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഭൗതികമായിട്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിനെ നോക്കിയിരിക്കുവാനല്ല, അതിൽ കൂടെ വിശ്വാസത്തിന് പിറകോട്ട് പോകാനല്ല. എന്ത് പ്രയാസത്തിന്റെ മധ്യത്തിലും അവൻ കർത്താവ് അനുഭവിച്ച കഷ്ടമൊന്നും നമുക്കില്ല. എന്നാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പങ്കാളികളാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വന്ന കഷ്ടങ്ങളല്ല. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ, വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുകയോ നമ്മൾ നിന്ദിക്കപ്പെടുകയോ തകർക്കപ്പെടുകയോ നമ്മൾ ഉപദ്രവിക്കപ്പെടുകയോ നഷ്ടങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വലിയ ആനന്ദത്തിന് കാരണമാകുമെന്ന്, ക്രിസ്തുവിന്റെ മഹിമയിൽ അവനോടൊപ്പം ആനന്ദിക്കുന്നതിന് കാരണമാകുമെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ഞാൻ വളരെ സന്തോഷിക്കുന്നത്. എൻ്റെ വാർദ്ധക്യ പിതാവ് ദൈവരാജ്യത്ത് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു. തൊട്ടടുത്ത് എന്നെ പിടിച്ചു വെച്ചിട്ട് പറയും, മോളെ എൻ്റെ കണ്ണ് രണ്ടും കാഴ്ചയില്ല. കണ്ണ് കാഴ്ചയില്ലാത്ത എന്നെ പോലുള്ള ആളുകൾ റോഡ് സൈഡിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുമ്പോൾ എനിക്ക് ഇത്രയുമൊക്കെ തന്നു. എനിക്കൊരു കുടുംബമില്ല, പക്ഷെ എനിക്കൊരു മോളെ തന്നു, എനിക്കൊരു മരുമകനെ തന്നു, എനിക്ക് കുഞ്ഞുമക്കളെ തന്നു. എൻ്റെ കുഞ്ഞുങ്ങളും അദ്ദേഹത്തെ വളരെ സ്നേഹിച്ചു. എൻ്റെ മോൻ അപ്പച്ചനോട് അടുത്തൊക്കെ ഇരിക്കുമ്പോൾ പറയടാ, ഇന്നത്തെ പിള്ളേരൊന്നും ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിച്ചില്ലടാ, നീ എന്നെ ഇത്രയും സ്നേഹിക്കുന്നു. അവസാനമായിട്ട് അവന് വേണ്ടിയാണ് അപ്പച്ചൻ പ്രാർത്ഥിച്ചത്. വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. വളരെ പ്രത്യാശയോടെ അപ്പച്ചനായിരുന്നു അവസാന നിമിഷം വരെയും. അവസാനം കഴിഞ്ഞ 7 മാസത്തോളം അപ്പച്ചൻ പിന്നെയും നന്നായിരുന്നു. നല്ല സ്വയബുദ്ധിയോടെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവസാനം രാത്രിയിൽ എനിക്ക് മതിയപ്പ, ഇനി എനിക്ക് അന്ത്യകാലത്തിന്റെ ഓഹരി പ്രാപിക്കുവോളം എനിക്ക് വിശ്രമം താ എന്ന് മരണം ചോദിച്ചു വാങ്ങി പോയൊരു ഭക്തനെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. ഇതിൽ ആയിരിക്കുന്ന, അല്ലെങ്കിൽ എന്റെ സാക്ഷ്യം നാളെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള, നിങ്ങളെയും എന്നെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒറ്റയ്ക്ക് വിളിച്ചതല്ല, ഒരു ജനത്തെ ദൈവത്തിനായിട്ട് ഒരുക്കാൻ. അതൊരു പക്ഷേ നമ്മുടെ കുടുംബത്തെ ആയിരിക്കാം, നമ്മളുമായി സഹകരിക്കുന്ന ആരെയാകട്ടെ. നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു ആത്മാവിനെ, ഒരു വ്യക്തിയുടെ ആത്മാവിനെ ആയിരിക്കാം. അനേകരെ നേടിക്കൊണ്ട് ദൈവരാജ്യത്തിൽ പോകാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിലെ കഷ്ടങ്ങളെ മറന്ന് വരുവാനുള്ള രാജ്യത്തിന്റെ മഹത്വകരമായ സന്തോഷത്തിൽ അവനോടൊപ്പം സന്തോഷിക്കുവാൻ, ദൈവത്തിനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ പാസ്റ്ററോടും ആരോമ ടിവിയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമുക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ വിളിച്ച വിശ്വസ്ത ദൈവമേ, ഞങ്ങളെ വിളിച്ചത് ആമേൻ അവിടുത്തെ വലിയ നാമത്തെ ഘോഷിക്കുവാൻ, ആമേൻ അങ്ങയോടൊപ്പം ഇരിക്കുവാൻ, ഒടുവിൽ അങ്ങയോടൊപ്പം വാഴുവാനാണല്ലോ കർത്താവെ. ഈ നല്ല സാക്ഷ്യത്തിന്റെ അവസരങ്ങളെ ഒരുക്കിയതിനായി സ്തുതിക്കുന്നു. അരോമ ടിവിക്കായി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഡാനിയൽ ജോണിനായി, തന്റെ കുടുംബത്തിനായി, ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ TV ചാനൽ വഴി ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പറയുന്നവരും കേൾക്കുന്നവരും എല്ലാം ഒരുപോലെ ദൈവരാജ്യത്തിനായി നിലനിൽപ്പാൻ തക്കവണ്ണം കർത്താവെ, ഈ പറഞ്ഞ സാക്ഷ്യം അടിയന്റെ നാവിലൂടെ അവിടുന്ന് തന്ന ഈ സാക്ഷ്യം, ഹല്ലേലൂയ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനും ആമേൻ. അനേകർ കർത്താവ് വിശ്വാസത്തിൽ ഒറ്റപ്പെട്ടു പോയവരോ ക്ഷീണിച്ചു പോയവരോ മടുത്തു പോയവരോ ഉണ്ടെങ്കിൽ, വിശ്വാസത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിക്കത്തക്കവണ്ണം, അവിടുത്തെ സന്നിധി പ്രതിഫലം പ്രാപിക്കത്തക്കവണ്ണം ഓടുവാൻ ഞങ്ങൾ എല്ലാവരും വിശ്വസ്തരാകുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. ഈ ചാനലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് പ്രയോജനകരമായി തീരട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന സകല വ്യക്തികളെയും സകല കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വരവിനായി ഒരു കൂട്ടം പേർ ഒരുക്കപ്പെടുന്ന വലിയൊരു ശുശ്രൂഷയായി ഇത് മാറട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്ന ആത്മീക അനുഭവങ്ങൾ ഉള്ളവരായി ഞങ്ങൾ നിലനിൽക്കുവാൻ, ഞങ്ങളുടെ ഫലം നിലനിൽക്കുവാൻ, സ്വർഗത്തിൽ പ്രതിഫലം പ്രാപിപ്പാൻ സ്വർഗം ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലതാ കുമാരി. അത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ
ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ബാല്യകാലത്തിൽ തന്നെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിതം നയിച്ചെങ്കിൽ പോലും പിന്നത്തേതിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ വളരെ ബാല്യത്തിൽ തന്നെ ദൈവം അവസരം ഒരുക്കി. ഭാഗ്യകരമായ ചില ആത്മീയ അനുഭവങ്ങൾ, ഒരു പശ്ചാത്തലം അവിടെ നിന്ന് ലഭിച്ചു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവം തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പിനായി, ദൈവം ഒരുക്കിയ നല്ല വഴികൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുമ്പോൾ, വിളിച്ച ദൈവം വിശ്വസ്തൻ ആകുകൊണ്ട് അന്ത്യത്തോളം വഴി നടത്തുവാനും ദൈവം ശക്തനാകുകൊണ്ട്, ദൈവം ആ ഹൃദയത്തിൽ ആ വചനത്തിന്റെ വിത്തുകൾ വളരെ ബാല്യത്തിൽ തന്നെ വിതയ്ക്കുവാൻ ദൈവം അവസരമൊരുക്കി. പിന്നത്തേതിൽ ആ വിത്ത് അവിടെ വളർന്ന് പടർന്ന് പന്തലിച്ച് ഇന്ന് കേരളത്തിൽ മാത്രമല്ല, സ്വദേശത്ത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അന്യ സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യയുടെ ഒട്ടുക്കുമുള്ള പ്രദേശങ്ങളിലേക്ക് ആ വിത്തിന്റെ അല്ലെങ്കിൽ ആ വൃക്ഷത്തിന്റെ ഫലങ്ങൾ എത്തത്തക്കവണ്ണം ദൈവം അതിനെ ദേശാദേശങ്ങളിലേക്ക് അയച്ച് അനേക പ്രിയപ്പെട്ടവരെ കർത്താവിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ക്രൂശിന്റെ സ്നേഹത്തെക്കുറിച്ച്, അതിൻ്റെ മധുരമയെ പങ്കുവയ്ക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ നല്ല അനുഭവങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, എല്ലാ നിലയിലും വളരെ സന്തോഷകരമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായ സാക്ഷ്യം കേൾക്കാൻ കർത്താവ് സഹായിച്ചു. പിന്നെ ഈ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം ഏറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവം ആയി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ല ഒരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിലൂടെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.